നമസ്കാരം, കൂടിക്കാഴ്ചയിലേക്ക് സ്വാഗതം. ഇന്ന് കൂടിക്കാഴ്ചയിൽ നമ്മളോടൊപ്പം ഉള്ളത് ഒരു വിശിഷ്ടാതിഥിയാണ്. കൊയലീഷൻ ഓഫ് ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്ക, കൊഹ്ന എന്ന സംഘടനയുടെ വക്താവും അമേരിക്കയിലെ പ്രവാസിയുമായ മലയാളി ശ്രീമതി സുധാ ജഗന്നാഥനാണ്. ശ്രീമതി സുധാ ജഗന്നാഥൻ നമ്മളുടെ തത്വമയ്യയുടെ അടുത്ത സുഹൃത്താണ്. നമ്മൾ നേരത്തെയും മാസങ്ങൾക്ക് മുമ്പും അമേരിക്കയിലെ അന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥയെക്കുറിച്ചും അന്ന് അവിടെ പ്രവാസികളായ ഹിന്ദു വംശജർ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുമൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഇന്നും ഏതാണ്ട് അതേ വിഷയങ്ങളാണ് സംസാരിക്കുന്നത്, പക്ഷേ മറ്റൊരു പശ്ചാത്തലത്തിലാണ്. അമേരിക്കയിൽ ഒരു വലിയ ഭരണമാറ്റം, ചരിത്രപരമായി വലിയ പ്രാധാന്യമുള്ള ഒരു ഭരണമാറ്റമാണ് ജനുവരി 20 നടക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് വീണ്ടും പ്രസിഡന്റായി അദ്ദേഹം തിരിച്ചു വരികയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും സ്വാധീനമുള്ള, ഏറ്റവും ശക്തിയുള്ള ഒരു രാജ്യത്ത് നടക്കുന്ന അങ്ങനെ ഒരു വലിയ ഭരണമാറ്റം, അത് തീർച്ചയായും ലോകക്രമത്തിലും ലോകരാഷ്ട്രങ്ങൾക്കിടയിലുമൊക്കെയുള്ള ബാലൻസിനെ, രീതികളെ, അവർ തമ്മിലുള്ള ബന്ധങ്ങളെയൊക്കെ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഭാരതത്തിലെ മോദി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ പ്രവാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ശുഭപ്രതീക്ഷയോടെ കൂടി തന്നെയാണ് ഈ മാറ്റം കാണുന്നതും അവരെല്ലാം പ്രതീക്ഷിക്കുന്നതും. പക്ഷേ അതിൽ ഒരു കല്ലുകടി പോലെ തന്നെ ചില വിവാദങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത് നമ്മൾ കണ്ടു. അമേരിക്കയുടെ പുതിയ പ്രസിഡന്റായി നിയുക്തനായിട്ടുള്ള ശ്രീ ഡൊണാൾഡ് ട്രംപ്, അദ്ദേഹം നിയമിച്ച നിരവധി ആൾക്കാർ ഹൈന്ദവ പാരമ്പര്യമുള്ള ഹിന്ദു വംശജരായ, ഭാരതീയ വംശജരായ നിരവധി ആൾക്കാർ അതിലുണ്ട്. അതിൽ ചിലരെയൊക്കെ നിയമിക്കുന്നതിൻ്റെ അനൗൺസ്മെന്റ് വന്നപ്പോൾ തന്നെ വലിയ എതിർപ്പ് ഉണ്ടായതും പലർക്കും നിരാശയുണ്ടായിട്ടുണ്ട്. ഇതിനോടൊപ്പം നമ്മൾ ഇന്ന് സുധാജിയുമായിട്ട് സംസാരിക്കുന്ന മറ്റൊരു പ്രധാന വിഷയം ഹിന്ദു ഫോബിയയാണ്. ഹിന്ദു ഫോബിയയെക്കുറിച്ച് നമ്മൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സുധാജിയുമായിട്ട് തന്നെ സംസാരിച്ചപ്പോൾ പലരും എന്നെ വിളിച്ച് ചോദിച്ചു, ഇങ്ങനെ ഒരു സാധനമുണ്ടോ? ഇസ്ലാമോഫോബിയ എന്നൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷേ ശരിക്കും ഹിന്ദു ഫോബിയ ഉണ്ടോ? ഇതൊക്കെ നിങ്ങൾ വെറുതെ ഇങ്ങനെ ഒരു എന്താ പറയുക, നിങ്ങളുടേതായ ഒരു ഇമാജിനേഷനിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യുന്ന പ്രശ്നങ്ങളല്ലേ എന്ന് ചോദിച്ചു. പക്ഷേ ഇന്നിപ്പോൾ പലർക്കും അത് ബോധ്യമായിട്ടുണ്ട്. അതിൻ്റെ അവസ്ഥ ഇന്ന് എന്താണ്? എങ്ങനെയാണ് ഇനിയും അമേരിക്ക മുന്നോട്ട് പോവുക? എന്താണ് ഇത്തരം പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം? ഇതൊക്കെയാണ് നമ്മൾ സുധാജിയോട് സംസാരിക്കുന്നത്. സുധാജി, സ്വാഗതം ഈ പരിപാടിയിലേക്ക്. നമസ്കാരം. നമസ്കാരം. നമുക്ക് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു മാറ്റത്തെക്കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ട് സംസാരിച്ചു തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. ജനുവരി 20 അമേരിക്കയുടെ ഭരണത്തിൽ ഉണ്ടാകുന്ന വലിയ മാറ്റം, അതൊരു ചരിത്ര പ്രാധാന്യമുള്ള മാറ്റമാണ്. അതിനെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്, താങ്കളുടെ സംഘടന കാണുന്നത്, പൊതുവെയുള്ള ഒരു ഇന്ത്യൻ വംശജരായിട്ടുള്ള അവിടുത്തെ സമൂഹം കാണുന്നത്? അതൊരു വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രധാനമായിട്ടുള്ള ഒരു ചോദ്യമാണ്. ബിക്കോസ് പഴയ കാലം തൊട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർ, ഇന്ത്യൻ അമേരിക്കൻസ് എന്ന് പറയുന്നവർ, ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും വാട്ടെവർ, എല്ലാവരും നമ്മൾ കുറേയും കൂടി ഒരു ലിബറൽ, ഒരു ഓപ്പൺ ആയിട്ട് അക്സെപ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി ആയതുകൊണ്ട് ഇവിടെ വരുമ്പോൾ നമ്മൾ 60s വരുന്നത്. നമ്മുടെ ആൾക്കാരെ സിവിൽ റൈറ്റ്സ് മൂവ്മെന്റ് കഴിഞ്ഞ് നമ്മളെ തിരിച്ചു എൻകറേജ് ചെയ്ത് വരുന്നത്. അപ്പോൾ നമ്മളെ ഒരുപാട് ആൾക്കാർ ഡെമോക്രാറ്റ്സ് ആയിട്ടാണ് അലൈൻ ചെയ്തത്. ബിക്കോസ് അവർ ഇടതുപക്ഷക്കാരാണ്. അവർക്കൊരു വലിയ അംബ്രല്ല, വലിയൊരു കൊട, അതിലെല്ലാവരും ഒതുങ്ങും എന്നൊക്കെ പറഞ്ഞാണ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് നമ്മൾക്കത് അട്രാക്റ്റീവ് ആയിട്ട് തോന്നി. നമ്മൾ പേഴ്സണലി കൺസർവേറ്റീവ് ആൾക്കാരാണെങ്കിലും നമ്മളുടെ ഔട്ട്ലുക്ക് വളരെ ലിബറൽ ആണ്. അപ്പൊ അതുകൊണ്ട് ഒരുപാട് ഡെമോക്രാറ്റിക് ആയിട്ടാണ് ഇന്ത്യൻ അമേരിക്കൻസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. അത് കുറെ കാലം ഇറ്റ് വാസ് ഓക്കെ. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 2-3 ഈ ഗവൺമെന്റ് വന്നപ്പോ ഡെമോക്രാറ്റ്സ് ആണെങ്കിലും അല്ലെങ്കിലും ഇന്ത്യക്കാരെയും ഹിന്ദുക്കളെയും അവര് വളരെ ഹൈ പൊസിഷൻസിലേക്ക് വെച്ചിരുന്നു. പക്ഷെ വളരെ വലിയ കോൺട്രവേഴ്സീസ് ഉണ്ടായിരുന്നില്ല ആ കാലത്ത്. ഇപ്പോ ഇതൊരു ഭയങ്കര ഒരു ഭൂചലനം മാതിരിയാണ് ഇപ്പൊ അമേരിക്കയിൽ ഉണ്ടായിരിക്കുന്നത്. ഡെമോക്രാറ്റ്സ് പോയിട്ട് തിരിച്ച് ഡൊണാൾഡ് ട്രംപ് വരുന്നു, റിപ്പബ്ലിക്കൻസ് വരുന്നു. അതും ഡൊണാൾഡ് ട്രംപ് വരുമ്പോ പൊസിഷൻ, വളരെ ഇമ്പോർട്ടന്റ് പൊസിഷൻസിലേക്ക് ഇന്ത്യൻ അമേരിക്കൻസിനെയാണ് നിയമിച്ചിരിക്കുന്നത്. അതും ഇവിടെ ജനിച്ചു വളർന്ന ഇന്ത്യൻ അമേരിക്കൻസ് ആണ് ഇവര്. ചിലവര് ഇന്ത്യക്കാരും കൂടിയല്ല. തുളസീഗാബാഡ് ഹവായില് ജനിച്ചു അമേരിക്കൻ. അവര് ഇസ്കോണില് ആ ലൈഫ് സ്റ്റൈലില് വളരെ സ്ട്രോങ് ഹിന്ദുവാണ് അവര്. അതുമാതിരി വിവേക് രാമസ്വാമി അമേരിക്കയിൽ ജനിച്ച മലയാളി, പാലക്കാട് എന്നുള്ള ഒരു ഫാമിലിയുടെ മകനാണ്
വിവേക്. കാഷ് പട്ടേൽ യുഗാൻഡൻ ഇന്ത്യൻ അമേരിക്കൻസ് ഡിസെൻഡന്റ് ആണ്. പക്ഷെ എന്നാലും ഇന്ത്യൻ അമേരിക്കൻസ് ഒരു ഇത്തിരി ബ്രൗൺ ആയിട്ടുള്ളവര് അതൊക്കെ ഒരു ചെറിയൊരു അസ്വസ്ഥത ഉണ്ടാക്കുന്നു ഒരു സെഗ്മെന്റിൽ. പിന്നെ അതുകൂടാണ്ട് ഏറ്റവും വലിയ പൊട്ടിത്തെറി ഉണ്ടായത് ശ്രീറാം കൃഷ്ണൻ എന്നും വന്നൊരു വളരെ സ്മാർട്ട് ചെന്നൈയിൽ നിന്ന് പാവപ്പെട്ട ഫാമിലിയിൽ നിന്ന് ജനിച്ച് വളർന്ന് ഒരു മൈക്രോസോഫ്റ്റ് എക്സിക്യൂട്ടീവ് ഇങ്ങനെ ഏതാണ്ട് ടെക്നിക്കൽ വർക്ക് കണ്ട് മനസ്സിലായിട്ട് ചെറുപ്പത്തിൽ ഇവിടെ കൊണ്ടുവന്നു. ആൻഡ് ശ്രീരാമകൃഷ്ണനാണ് മൈക്രോസോഫ്റ്റിനെ കംപ്ലീറ്റ്ലി അവരുടെ പ്രോഡക്റ്റ് ലൈൻ ചേഞ്ച് ചെയ്തു, പല കമ്പനിയിൽ വർക്ക് ചെയ്തു. ഇപ്പൊ ഒരു ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു വളരെ സ്ട്രോങ് എക്സ്പെർട്ടാണ് ഒക്കെയാണ്. അപ്പൊ അങ്ങേരെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI ഒരു സാർ എന്ന് പറയാം വൈറ്റ് ഹൗസ് പോളിസി അഡ്വൈസറായിട്ട് നിയമിച്ചു. അപ്പൊ അതേ പൊട്ടിത്തെറി അങ്ങോട്ട് തുടങ്ങി. അപ്പൊ ശ്രീറാം കൃഷ്ണൻ അതിൽ കൂടി ഒരു ട്വീറ്റ് ഇട്ടു, താങ്ക് യു ഡൊണാൾഡ് ട്രംപ്, ഓണേർഡ് ഇതിൽ ഇങ്ങനത്തെ ഒരു പൊസിഷനിൽ കിട്ടിയത്. പക്ഷെ അമേരിക്കയുടെ ഇമിഗ്രേഷൻ ലോസ് നമ്മൾക്കൊന്ന് മാറ്റണം. ഒരുപാട് ഇന്ത്യൻ അമേരിക്കൻസ് ലിംബോലാണ്, അവിടെ എവിടെയില്ല, തൃശങ്കു സ്വർഗത്തിലെ മാതിരിയാണ് അവര് ഇരിക്കുന്നത്. അത് അങ്ങോട്ട് വന്നപ്പോഴേക്കും നമ്മുടെ ട്രംപിന്റെ സൈഡ് ഇപ്പൊ ഒരു രണ്ടായി പിളരണ മാതിരിയാ. അപ്പൊ എല്ലാത്തിലും ഒരു എക്സ്ട്രീം ഉണ്ട്. മറ്റേ ഇടതുപക്ഷക്കാർക്ക് എക്സ്ട്രീം ആയിട്ട് അങ്ങോട്ട് പോയി. അവർ ഖാലിസ്ഥാനിയും ഇസ്ലാമിസ്റ്റും സോഷ്യലിസ്റ്റും ആയിപ്പോയി. അതാണ് അവിടുത്തെ പ്രശ്നം കൊണ്ട് കുറെ ഇന്ത്യ വിരുദ്ധതയിലേക്ക് ഇന്ത്യ വിരുദ്ധത മാത്രമല്ല, ഹിന്ദു വിരുദ്ധത അല്ലെ. അതിന് അവരെന്താ ചെയ്യുക, അത് നിയമത്തിൽ കൂടി നിയമം കൊണ്ടുവരിക, എന്നിട്ട് ഹിന്ദുക്കളെ അകറ്റി നിർത്തുക. അതായിരുന്നു ഇടതുപക്ഷക്കാരുടെ ഇപ്പോഴുള്ള അവരുടെ അജണ്ട. പക്ഷെ വലതുപക്ഷക്കാർ ഇപ്പോ ഇമിഗ്രേഷനിൽ കയറി കൊണ്ട് പിടിച്ചു. ഒന്നും അറിയാത്ത ആൾക്കാർക്ക് കൂടി H1B എന്താന്ന് ഇപ്പൊ മനസ്സിലായി, അല്ലെങ്കിൽ അതിന്റെ പേര് കേട്ടാ അറിയണം. അപ്പൊ ആ ഒരു സെഗ്മെന്റ് അതും എക്സ്ട്രീമാണ്. അതിൽ കൂടുതൽ നമ്മളിപ്പോ കാണുന്നത് വിസയെ പറ്റിയല്ല ഈ സിറ്റുവേഷൻ. ഇത് ശരിക്കും ഹിന്ദു വിരുദ്ധതയായിട്ടാണ് നമ്മൾ കാണുന്നത്. സുധാജി, ഞാൻ ഒന്ന് ഇന്ററപ്റ്റ് ചെയ്യാണ്. നമുക്ക് ആ ഹിന്ദു വിരുദ്ധതയിലേക്ക് പോകുന്ന സമകാലീന പ്രശ്നങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് രണ്ട് കാര്യം എനിക്ക് ചോദിക്കാനുണ്ട്. ഒന്ന്, ഈ ഹിന്ദു വിരുദ്ധത തന്നെയാണെന്ന് അടിവരയിടുന്ന ഒരു കാര്യം തന്നെയാണ്. അതായത് ഈ തുളസി ഗബാർഡിനെ പോലെയുള്ള ആൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഭൗതികമായി അവരുടെ ലൈനേജിന് യാതൊരു ഇന്ത്യ ബന്ധവും ഇല്ല. ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് അവർക്ക് പൂർണ്ണമായിട്ടും ഹിന്ദു വിശ്വാസിയാണ് അവർ. അവരുടെ തൊലിയുടെ നിറം വെച്ചിട്ടല്ല അവരോടുള്ള എതിർപ്പ്. അവർ തീർച്ചയായിട്ടും ഹിന്ദു ആണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണോ അവരോടുള്ള എതിർപ്പ്? അതാണ് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം. വിവേക് രാമസ്വാമിയുടെ കാര്യമായാലും ശ്രീറാം കൃഷ്ണന്റെ കാര്യമായാലും അവർക്കൊരു ഇന്ത്യൻ വംശജർ എന്നുള്ള ഒരു ടാഗ് ഉണ്ട്. പക്ഷേ തുളസി ഗബാർഡിനോടുള്ള ഈ ഒരു വിരുദ്ധതയ്ക്ക് കാരണം അവർ ഹിന്ദു ആണ് എന്നുള്ളത് തന്നെയല്ലേ? ആണ്, അവര് ഹിന്ദു ആയതുകൊണ്ട്. അവര് ഹിന്ദു അല്ല, ഇങ്ങനെ ഇസ്കോണൊന്നും അല്ല, റെഗുലർ അമേരിക്കൻ പള്ളിയിൽ പോകുന്നവരാണെങ്കിൽ അവരെ കുറെ കൂടി അക്സെപ്റ്റഡ് ആവും. പക്ഷെ അവര് വളരെ സ്ട്രോങ് ഹിന്ദു ആണ്. അവരാണ് ഭഗവത്ഗീതയില് കൈവച്ചുകൊണ്ടാണ് അവര് ഓത്ത് ഓഫ് ഓഫീസ് ഒക്കെ കോൺഗ്രസ് വുമൺ ആയിരിക്കുമ്പോഴൊക്കെ ചെയ്തത്. ഇപ്പോഴും അവരുടെ അവർക്ക് വളരെ പ്രൗഢിയോടുകൂടിയാണ് അവർ പറയണേ, ഞാനൊരു ഹിന്ദു ആണ്. അവര് മാത്രമാണ് ഇപ്പൊ ബാംഗ്ലാദേശ്, അവരും കുറച്ച് വേറെ ആൾക്കാർ മാത്രമേ ഈ ബാംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ അവരുടെ അഗൻസ്റ്റ് ആയിട്ടുള്ള ഹ്യൂമൻ റൈറ്റ്സ് വയലേഷനെ പറ്റി സംസാരിക്കുന്നുള്ളൂ. വേറെ ആരും സംസാരിക്കുന്നില്ല. അപ്പൊ അവര് അമേരിക്കൻ ഹിന്ദു അല്ലെ, അതാണ് ഇപ്പൊ ഈ വലതുപക്ഷത്തിലെ ഒരു എക്സ്ട്രീം. പക്ഷെ അതേസമയം ഞാൻ പറയാം, ഈ വലതുപക്ഷത്തിന്റെ എക്സ്ട്രീം എന്ന് വരുന്ന ഈ ഭയങ്കര വിദ്വേഷം കാണുമ്പോൾ അമേരിക്കൻ റിപ്പബ്ലിക്കൻസ് തന്നെ അവർ പറയുന്നുണ്ട്, ഇത് ശരിയല്ല, നമ്മുടെ നാട് ഇങ്ങനത്തെ നാടല്ല. ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും എന്താ ഇത്. പണ്ട് ഒബാമ പ്രസിഡന്റ് ആവുമ്പോ ഒരു ചോദ്യം ഈ നമ്മുടെ പവലിനോട് ചോദിച്ചു. പവൽ വാസ് ദി ഡിഫൻസ് ബ്ലാക്ക് അമേരിക്കൻ. അങ്ങേരോട് ചോദിച്ചു, ഒബാമ മുസ്ലിം അല്ലേ? അപ്പൊ പവല് ചോദിച്ചു, മുസ്ലിം ആയാലെന്താ, അമേരിക്കൻ അല്ലേ, അതല്ലേ നമുക്ക് അറിയണ്ടു. അതാണ് ശരിക്കത്തെ നമ്മൾ ആലോചിക്കേണ്ട അങ്ങനെയാ. പക്ഷെ മനുഷ്യര് അവരുടെ സ്വന്തം ബയസസ് ഉണ്ട്. അപ്പൊ തൽക്കാലം ഇത് തുളസിയോടുള്ള വിരുദ്ധത ഹിന്ദു ആയതുകൊണ്ട്. തീർച്ചയായിട്ടും ഞാൻ ആ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് സുധാജി അല്പം മുമ്പ് മറ്റൊരു കാര്യം പറഞ്ഞു. അതിൻ്റെ ഒരു ചെറിയ ക്ലാരിഫിക്കേഷനും കൂടെ വേണം. അതായത് പൊതുവെ ഭാരതത്തിൽ നിന്ന് പോയ ഇന്ത്യൻ വംശജര്
അവിടെ പൗരന്മാരായവർ, പൗരാവകാശമുള്ളവരൊക്കെ പൊതുവേ ഡെമോക്രാറ്റ്സുമായിട്ടാണ് അലൈൻ ചെയ്തത്. പൊതുവേ ഡെമോക്രാറ്റ്സ് ആണ് എന്ന് നേരത്തെ പറഞ്ഞല്ലോ. അതിനൊരു മാറ്റം വലിയ തോതിൽ എത്രത്തോളം ഉണ്ടായിട്ടുണ്ട്? പലരും ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലൊക്കെ, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലും അതിനു മുമ്പുള്ളതിലും ഒക്കെ വലിയ തോതിൽ അവരുടെ രാഷ്ട്രീയ വീക്ഷണം അല്ലെങ്കിൽ അവരുടെ ഒരു അഫിനിറ്റി മാറ്റിയിട്ടുണ്ടോ? ഈ പറയുന്ന ലെഫ്റ്റ് ലിബറൽസ് എന്ന് പറയുന്ന ആൾക്കാർ പൊതുവെ അവരൊരു ഇന്ത്യ വിരുദ്ധതയിലേക്ക് പോയതായിട്ടും പറഞ്ഞു. അതൊന്ന് വിശദീകരിക്കാമോ? അതെ. സോ നമ്മൾ ഇന്ത്യയിൽ നിന്ന് വരുന്നവരെ മിക്കവാറും ലിബറൽസ് ആയിട്ട് നമ്മൾ ഡെമോക്രാറ്റിക് സൈഡിലായിരുന്നു. പക്ഷെ നമ്മൾക്ക് തന്നെ ഷോക്കായിട്ട് സംഭവിച്ചത് കഴിഞ്ഞൊരു 10 വർഷമായിട്ടുള്ളൊരു ചേഞ്ചാണ്. അതിൽ അവര് 2021 9/11 20ാം വാർഷികത്തിന്റെ ആ ഡേയിൽ തന്നെ 50 യൂണിവേഴ്സിറ്റീസ് കൂടിയിട്ട് ഡിസ്മാന്റ്ലിംഗ് ഗ്ലോബൽ ഹിന്ദുത്വ എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു ഹിന്ദുത്വയാണ് ഞങ്ങളെ എതിർക്കുന്നത്, ഹിന്ദുയിസത്തിനല്ല. പക്ഷെ ആ കോൺഫറൻസിന്റെ അവസാനത്തല്ല പകുതിയോളം എത്തിയപ്പോ തന്നെ എല്ലാവരും വന്നു പറഞ്ഞു ഹിന്ദുത്വ എന്ന് പറയുന്നത് ഹിന്ദുയിസമാണ്, ഞങ്ങൾ ഹിന്ദുയിസം തകർക്കാനാണ് ഞങ്ങളുടെ പരിപാടി. സോ ഹിന്ദുയിസം എന്ന് പറഞ്ഞാൽ കാസ്റ്റുമാണ് ഇല്ലേ? അത് വരുന്നേ ഉള്ളൂ. പക്ഷെ ആദ്യം ഹിന്ദുത്വ എന്നുള്ളത് ഹിന്ദുയിസമാണ്, അതിനെ തകർത്തേട്ടുള്ളൂ. ബിക്കോസ് ലോകത്തിലെ എല്ലാ പ്രശ്നത്തിന്റെയും അടിസ്ഥാനം ഹിന്ദുയിസമാണ്. ഇത് സപ്പോർട്ട് ചെയ്തത് ആരൊക്കെയാണ് നമ്മൾ നോക്കണം. ഈ ലിബറൽ ആയിട്ടുള്ള സൈഡിൽ നിന്നുള്ള ഇന്ത്യൻ അമേരിക്കൻ മുസ്ലിം കൗൺസിൽ, ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ അമേരിക്കൻ ക്രിസ്ത്യൻസ് ഓഫ് നോർത്ത് അമേരിക്ക, ദളിത് സോളിഡാരിറ്റി നെറ്റ്വർക്ക്, അവര് എല്ലാവരും ഉണ്ടായിരുന്നു ഇതിന്റെ കൂടെ സപ്പോർട്ട് ചെയ്തു. ഡിസ്മാന്റ്ലിംഗ് ഗ്ലോബൽ ഹിന്ദുത്വ കോൺക്ലേവ് പേര് ലോഗോ കൊടുത്തിട്ടുണ്ടായിരുന്നു. യൂണിവേഴ്സിറ്റീസ്, ഞാൻ എന്റെ യൂണിവേഴ്സിറ്റി വിളിച്ചു ചോദിച്ചു നിങ്ങൾ എന്താ ചെയ്യണേ, നിങ്ങൾ ക്രിസ്ത്യാനിറ്റിയോ ഇസ്ലാമിനോ അഗൻസ്റ്റ് ചെയ്യോ? ഓ അതല്ല പ്രശ്നം, ഇത് ഞങ്ങളുടെ അക്കാഡമിക് ഫ്രീഡം ആണ്. സോ അപ്പൊ നമുക്ക് പക്ഷേ they won't do it against ഇസ്ലാം ഓർ ക്രിസ്ത്യാനിറ്റി ഇല്ലേ? ഇല്ല, അതൊന്നും ഒരിക്കലും ചെയ്യില്ല. പക്ഷേ എനിവേ ദേ ഫെൽറ്റ് ലൈക്ക് ദേ കുഡ് ഗെറ്റ് അവേ വിത്ത് ദിസ് ബിക്കോസ് നമ്മള് കത്തിയും തോക്കും കൊണ്ടൊന്നും നടക്കുന്നില്ല, തീ വയ്ക്കുന്നില്ല, പ്രൊട്ടസ്റ്റ് ചെയ്യുന്നില്ല, ക്യാമ്പ് ചെയ്യുന്നില്ല. ഓക്കെ, അതൊക്കെയാണ് നമ്മുടെ ആക്രമണം നടത്തുന്നില്ല. ഓക്കെ, നമ്മൾ പ്രശ്നം ഉണ്ടാക്കുന്നില്ല. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കണ്ടത് എന്താ വെച്ചാൽ കാസ്റ്റ് വരും അല്ലെ. 2023 ഫെബ്രുവരിയിൽ സിയാറ്റിൽ കാസ്റ്റ് പുഷ് ചെയ്തു. ആരാണ്? ക്ഷമാ സഭ അയ്യങ്കാരാണ് അവര് പറഞ്ഞു എന്റെ മുത്തച്ഛൻ ചെയ്തത് ഞാൻ കണ്ടു, അതുകൊണ്ട് ഞാൻ എല്ലാ ഹിന്ദു, അങ്ങനെയല്ല പറഞ്ഞവര്, പക്ഷെ എന്റെ മുത്തച്ഛൻ ചെയ്തത് കണ്ടു. സോ അവരൊരു കാസ്റ്റ് ഓർഡിനൻസ് സിറ്റി മുഴുവൻ ഇട്ടു. ഒരു കേസ് പോലും ഇല്ല ഇത് ജസ്റ്റിഫൈ ചെയ്തുകൊണ്ട്. അവര് ഫോഴ്സ് ചെയ്തു സിറ്റി കൗൺസിൽ മെമ്പേഴ്സിനെ എല്ലാവരും. ഒരു സ്ത്രീ മാത്രം പറഞ്ഞു ഇത് നമ്മുടെ പ്രശ്നമല്ല, ഇതൊരു പ്രോബ്ലം അല്ല. സാറ നെൽസൺ, അവരാണിപ്പോ സിറ്റി കൗൺസിലിന്റെ ഹെഡ് സിയാറ്റിൽ. അപ്പൊ ഈ ക്ഷമാ സമന്ത് ചെയ്തതും അവരുടെ ഗ്രൂപ്പ് മറ്റേ ഗ്രൂപ്പൊക്കെ തന്നെയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ കണ്ടു മാർച്ചിൽ ഒരു മുസ്ലിം ലെജിസ്ലേറ്റർ കാലിഫോർണിയയിൽ ഐഷ വഹാബിനെ കൊണ്ട് ഒരു ബില്ലിറക്കുന്നു. കാലിഫോർണിയയില് കാസ്റ്റ്, നമ്മൾ ആദ്യത്തേത് വായിക്കുമ്പോണ്ട് ഋഗ്വേദ മറ്റത് മറിച്ചതൊക്കെയാണ് അതിന് പറയുന്നത്. എല്ലാ കൺട്രീസിനെയും മറ്റേ ഏഷ്യ, വെസ്റ്റ് ഏഷ്യയിലെ കൺട്രീസിനെ നെയിം ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒരു മിഡിൽ ഈസ്റ്റ് കൺട്രിയെ നെയിം ചെയ്തിട്ടില്ല. അപ്പൊ ഞങ്ങൾ ഇതെല്ലാം ചാലഞ്ച് ചെയ്തു. ഞാൻ അവരെ മീറ്റ് ചെയ്തു. ഞങ്ങൾ ചോദിച്ചു നിങ്ങൾ എന്താ ഈ പരിപാടി? ഓ ഞാൻ ഹ്യൂമൻ റൈറ്റ്സ്. അപ്പൊ ഞാൻ പറഞ്ഞു ഹ്യൂമൻ റൈറ്റ്സിന് എന്തൊക്കെയോ വേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, നിങ്ങളുടെ കമ്മ്യൂണിറ്റിക്ക് തന്നെ എന്തൊക്കെയോ പ്രശ്നമുണ്ട്, അതുകൊണ്ട് നമ്മൾ എന്തുകൊണ്ട് അഫ്ഗാനി സ്ത്രീകളെ സഹായിക്കുന്നില്ല? ഇവിടെ ഒരു കേസ് പോലും ഇല്ലല്ലോ. അപ്പൊ എനിവേ ദ പ്രോബ്ലം പോയിന്റ് ഇസ് ദാറ്റ് അപ്പോഴാണ് ഹിന്ദുസ് അങ്ങോട്ട് ഒന്ന് ഞെട്ടിയൊന്ന് എണീറ്റു. ഞാൻ അത് തന്നെ ചോദിക്കാൻ വന്നത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സംസാരിച്ചപ്പോൾ ഞാൻ സുധാജിയോടെ ചോദിച്ചിരുന്നു, ഇത് പൊതുവെ ഹിന്ദുക്കൾക്കിടയിൽ ഇത്രയും വളരെ ടാർഗറ്റഡ് ആയിട്ടുള്ള ആക്രമണം നടക്കുമ്പോൾ, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ആക്രമണം നടക്കുമ്പോൾ ഹിന്ദു സമൂഹത്തിനിടയിൽ ഇതൊരു ചലനം ഉണ്ടാക്കിയിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു എനിക്ക് അന്ന് തോന്നിയ ഒരു ഫീല്, താങ്കളും താങ്കളുടെ സംഘടന പോലെയുള്ള ചില ആൾക്കാരും മാത്രമാണ് ഇതിനെതിരെ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ അതിനൊരു മാറ്റം വന്നിട്ടുണ്ടോ? സമൂഹത്തിനിടയിൽ ഇതിനെതിരെ ഒരു ഫീല് വന്നിട്ടുണ്ടോ? വരുന്നുണ്ട്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കാസ്റ്റ് ബില്ലൊക്കെ നടക്കുന്ന സമയത്ത് ഇവർ പറഞ്ഞു ഓ ഞാനിതൊന്നും പ്രാക്ടീസ് ചെയ്യുന്നില്ല, ഓക്കെ ഇതൊന്നും എന്നെ ബാധിക്കില്ല. പക്ഷെ ഇപ്പൊ കാണുന്നില്ലേ, നിങ്ങൾ ഹിന്ദു ആണെന്നുള്ളൊരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി. നിങ്ങൾ കാസ്റ്റ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള അതല്ല ചോദ്യം. നിങ്ങൾ ഹിന്ദു ആണോ അമേരിക്കയില്, നിങ്ങൾ പ്രശ്നക്കാരാണ്. ഓക്കെ, സോ ഇപ്പൊ ഒരുപാട് ഹിന്ദുസ് അവെയറാണ്. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ
മെജോറിറ്റി ആൾക്കാരും മിണ്ടാണ്ടിരിക്കുക. അതിന് കാരണമുണ്ട്. കുറേ പേര് ഹിന്ദുക്കൾ ഇവിടെയുള്ളവർ സ്റ്റുഡൻസ് ആണ്, ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആണ്. രണ്ടാമത് കുറേ പേര് ഈ ടെമ്പററി വിസയിൽ വന്നിരിക്കുന്നവരാണ്. അവർക്ക് അവരുടെ റീസൺ. അപ്പൊ ഈ ശരിക്കും 5 മില്യൺ ഇന്ത്യൻ അമേരിക്കൻസ് ആണ് ഉള്ളത് അമേരിക്കയിൽ. അതിലൊരു ലാർജ് സെഗ്മെന്റ് ഈ ടെമ്പററി വിസ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആണ്. അവർക്കൊന്നും പറയാനുള്ളൊരു വോയിസ് ഇല്ല, അല്ലെ? പക്ഷെ അവര് പുറകിൽ കൂടി നമ്മളെ കുറെ പേര് സഹായിക്കും. ഓക്കെ, അവർ വളരെ സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, ഇത് സപ്പോർട്ട് ചെയ്യും. പക്ഷെ അവർക്ക് പബ്ലിക്കലി 5 മില്യൺ ആൾക്കാരൊന്നും വരാൻ പോകുന്നില്ല. 5 മില്യണിൽ ഐ വുഡ് സേ അബൌട്ട് 50% ഒറ്റ ഹിന്ദുസ് ഉണ്ടാവും എന്നാണ് പറയണേ. എന്നാലും ഒരു 2.5 മില്യണല്ലേ ഉള്ളൂ. അപ്പൊ ഈ 5 മില്യൺ ഇന്ത്യൻ അമേരിക്കൻസ് ഉണ്ടെങ്കിലും അമേരിക്കയുടെ പോപ്പുലേഷൻ 350 മില്യൺ ആണ്. ഒരു 2%. പക്ഷെ ആ 1.5% എന്ന് പറഞ്ഞാൽ തന്നെ ഞങ്ങളാണ് 6% ടാക്സ് കൊടുക്കുന്നത് ഈ നാട്ടില്. ഓക്കെ, സോ അപ്പൊ ഈ ട്രംപിന്റെ വിന്ന് കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഈ അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ കാണുന്നത് ഈ വളരെ എക്സ്ട്രീം ആയിട്ടുള്ള വലത് എൻഡില് ഭയങ്കര കൺഫ്യൂഷനാണ്. പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് ചാലഞ്ചസ് ഉണ്ട്. ഈ ഗവൺമെന്റ്സ് ഒന്നും 2 എക്സ്ട്രീംസിന്റെയും കാര്യങ്ങളൊന്നും നോക്കാൻ നിന്നിട്ടില്ല. അപ്പൊ അവരുടെ റൈറ്റ് സൈഡിലുള്ളവരുടെ പ്രശ്നം ഇതൊക്കെയാണ്. ഞാൻ നടക്കാൻ പോയ എന്റെ നെയ്ബർഹുഡ് മുഴുവൻ എന്നെ മാതിരി ഒരാളെയും കൂടി കാണാൻ വയ്യ, എല്ലാവരും ഈ പാകിസ്ഥാനി ഇന്ത്യൻസ് ആണ്, ഞാൻ എന്റെ നാട്ടിലാണോ എന്നും കൂടി എനിക്കൊരു സംശയം. ഒരു പാതിരി പറഞ്ഞു. അത് കഴിഞ്ഞ് പാതിരി പറഞ്ഞു ഇതിൽ കൂടുതൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിന്ദുക്കളാണ്, ഹിന്ദുക്കൾ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ക്രിസ്ത്യാനിറ്റി ഡൈല്യൂട്ടഡ് ആയി പോകും. അപ്പൊ തമാശ തോന്നും, പക്ഷെ ഇത് ഇവരുടെ സീരിയസ് ആയിട്ടുള്ള ഒരു പേടിയാണ്. അപ്പോ ഒരു അതെ ഞാനിത് ഇന്ററപ്റ്റ് ചെയ്യുന്നതായിട്ട് തോന്നരുത്. എൻ്റെ ഒരു വലിയ സംശയം, അതായത് ഇപ്പോൾ പോലും ഈ ക്രിസ്മസ് സമയത്ത് പോലും അമേരിക്കയിൽ ആക്രമണം നടത്തിയത് ഹിന്ദുക്കളല്ല. അമേരിക്കയിൽ മാത്രമല്ല, മറ്റ് പല സ്ഥലങ്ങളിൽ, ജർമ്മനിയിൽ ആക്രമണം നടന്നു. ഇനി അതിനു മുമ്പ് പല സ്ഥലങ്ങളിൽ ബോംബ് സ്ഫോടനം, സൂയിസൈഡ് ബോംബ്, ഇതെല്ലാം നടക്കുന്നു. അമേരിക്കൻ പട്ടാളക്കാരെ ആക്രമിച്ചിട്ടുണ്ട്. ഇതിലൊന്നും ഹിന്ദുക്കളോ മറ്റ് സമുദായങ്ങളോ ഒന്നുമില്ല. പക്ഷെ വൈ ഹിന്ദുസ് ആർ ബീയിങ് ടാർഗറ്റഡ് ലൈക്ക് ദിസ്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വളരെ ഹൈലി റെപ്യൂട്ടഡ് കമ്മ്യൂണിറ്റിയാണ്. ഈ അടുത്ത കാലത്തായിട്ട് ഒരു 6 മാസമായിട്ട് ഞാൻ ഓൺലൈനിൽ കാണുന്നുണ്ട് ബ്ലാക്ക് അമേരിക്കൻ ലോയേഴ്സിന്റെ ഒരു വീഡിയോ, വൈ ആർ ഇന്ത്യൻ അമേരിക്കൻ സോ സക്സസ്ഫുൾ. അപ്പൊ അവർക്കും ഒരു ചെറിയൊരു വിഷമമുണ്ട് ഉള്ളിൽ. അതെന്താണ് ഈ ഇന്ത്യക്കാർ വന്ന് നമ്മളല്ലല്ലോ, ദേ ആർ നോട്ട് സ്മാർട്ടർ ദാൻ us, സോ വാട്ട് ഇസ് ഡിഫറെന്റ്, റൈറ്റ്? അതുമാതിരി കുറെ കൊറിയക്കാർ വന്ന് പറയുന്നു ഇത്. സോ ദ പോയിന്റ് ഇസ് ദാറ്റ് എല്ലാവർക്കും ഒരു മനസ്സിലായി തുടങ്ങി ഇന്ത്യൻ അമേരിക്കൻ കമ്മ്യൂണിറ്റി അമേരിക്കയിലായാലും കാനഡയിലായാലും യൂറോപ്പിലായാലും ഒരു കോമൺ പാറ്റേൺ ആണ് നമ്മുടെ ബിഹേവിയർ. വളരെ ലോ അബൈഡിങ് ആണ്, ഹൈലി സക്സസ്ഫുൾ ആണ്, വളരെ എഡ്യൂക്കേറ്റഡ് ആണ്. അപ്പൊ ഈ വലതുപക്ഷക്കാർക്കുള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരെ ഔട്ട്സ്മാർട്ട് ചെയ്യണം. നമ്മൾ വേണമെന്ന് വെച്ചല്ല, നമ്മൾ ഔട്ട്സ്മാർട്ട് ചെയ്യണു, നമ്മൾ അവര് ഔട്ട് ടാലന്റഡ് ആണ്, പിന്നെ നമ്മൾ ഹൈലി എഡ്യൂക്കേറ്റഡ്, നമ്മൾ ഇതൊക്കെ റിവ്യൂ ചെയ്യണം. അപ്പൊ വിവേക് രാമസ്വാമി ഡിസംബർ 27 ഒരു ഇട്ടു, ഈ നിങ്ങൾ ഈ ബഹളം വെക്കുന്നതിന്റെ പകരം നിങ്ങളൊന്ന് ചിന്തിക്കുക, ഇത് ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഇവിടുത്തെ പ്രശ്നം കൾച്ചറാണെന്ന് പറഞ്ഞു. കൾച്ചറാണെന്ന് പറയാൻ കാരണം അങ്ങനെ പറഞ്ഞു, നമ്മുടെ അമേരിക്കൻ മക്കളെ ഈ ടിവിയുടെ മുമ്പിലും ഈ വേണ്ടാത്ത സോഷ്യൽ മീഡിയയിലും ഒക്കെ ഇടുന്നതിന് പകരം നിങ്ങൾ കൊണ്ട് ഈ സ്കൂൾ എക്സ്ട്രാ മാത്ത് ക്ലാസ്സിലിട്, സ്പോർട്സിന് പകരം വല്ല സയൻസ് ഒളിമ്പിയാഡിലിട്. അതൊക്കെ പറയുമ്പോ പിന്നെയും ബഹളം. അതല്ല വേണ്ടേ, അപ്പൊ കുറെ നേർഡായി പോവും. അതിന് പകരം ഞങ്ങൾക്ക് ഫുള്ളി ഒരു അമേരിക്കനാണ് വേണ്ടേ. ഇതിന് പ്രധാന കാര്യം നമ്മൾ മനസ്സിലാക്കാൻ അവർക്കൊരു ഭയമാണ്, ഭയങ്കര ഭയമാണ്. ഇപ്പൊ ഇന്ത്യൻ അമേരിക്കൻസ് വന്ന് ഈ പൊസിഷനിൽ കയറി കഴിഞ്ഞാൽ ഹിന്ദുക്കൾ പ്രസിഡന്റ് ആവാം, അതായി കഴിഞ്ഞാൽ നമ്മുടെ ഈ ക്രിസ്ത്യൻ നാട് മുഴുവൻ നശിച്ചു പോകും, അത് സമ്മതിക്കരുത്. അപ്പൊ നമ്മള് ഈ ക്വാളിഫൈഡ് ടാലന്റഡ് ആയിട്ടുള്ള ഇന്ത്യക്കാരെ കൊണ്ടുവരുന്നതിന് നമ്മളൊരു ലിമിറ്റ് ഇടണം. നമ്മുടെ അമേരിക്കക്കാരെ തന്നെ അതിൽ കൂടി നമ്മൾ വളർത്തിക്കൊണ്ടുവന്ന് ട്രെയിൻ ചെയ്യും. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ശരി, സത്യം തന്നെ. അമേരിക്കക്കാര് എഞ്ചിനീയറിംഗിന് പോട്ടെ, ഡോക്ടർ ആവാൻ പോട്ടെ, PhD പോട്ടെ, ഒരു PhD പ്രോഗ്രാമിന് ഇപ്പൊ വെള്ളക്കാരൻ അമേരിക്കക്കാരൻ എന്ന് പറയുന്നത് 1-2 ഉള്ളൂ. എന്തുകൊണ്ടാ അത്? എല്ലാവർക്കും വാൾ സ്ട്രീറ്റിൽ പോകണം, പൈസ ഉണ്ടാക്കണം. ഓക്കെ, അതുമൊക്കെ തന്നെ. എന്തുകൊണ്ട് പ്രൊഫസർ ആയിക്കൂടാ, ഡോക്ടർ ആയിക്കൂടാ? സോ ഇതൊരു എന്താ പറയാ, ഇവിടുത്തെ ഒരു
ഭയങ്കരമായിട്ടുള്ള സൊസൈറ്റൽ ഇഷ്യൂ ആണ്. സോ ട്രംപിന്റെ ഞങ്ങളുടെ എക്സ്പെക്ടേഷൻ, ഒരുപാട് ഹിന്ദുസ് മൂവ് ചെയ്തു റിപ്പബ്ലിക്കൻ ആയിട്ട്, ബിക്കോസ് അവർക്ക് ഡെമോക്രാറ്റ്സിനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായി. ഡെമോക്രാറ്റ്സ് നമ്മളെ തള്ളിക്കളയാണ് ഇത്. ഈ കാസ്റ്റ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങള് വെപ്പണായിട്ട്, ഒരു ആയുധമായിട്ടാണ് നമ്മുടെ അഗൻസ്റ്റ് ഉപയോഗിക്കുന്നത്. ബിക്കോസ് അവർക്കറിയാം അത് ചോദിച്ചാൽ നമ്മുടെ വായടയും. പക്ഷെ നമ്മൾ വായടയ്ക്കുന്നില്ല. ഇപ്പൊ നമുക്ക് നമ്മളുടെ കൾച്ചറും നമുക്ക് മനസ്സിലാക്കി തുടങ്ങി. നമ്മൾക്ക് വെസ്റ്റേൺ കൾച്ചർ എന്താന്ന് നന്നായിട്ട് അറിയാം, നമുക്ക് തിരിച്ചടിക്കാൻ നന്നായിട്ട് അറിയാം ഇപ്പോ. ഓക്കെ, സോ അവർക്ക് ഈ കാസ്റ്റ് ഇത്രേ പറ്റുള്ളൂ. അതിനിടയ്ക്കാണ് ഈ സോ എനിവേ കാസ്റ്റ് മാത്രമേ പറയാനായിട്ട് ഒരു ആയുധമായിട്ടുള്ളൂ ഇല്ലേ? പക്ഷെ പേടി കാസ്റ്റ് അല്ല വിഷയം, യഥാർത്ഥത്തിൽ ഭയമാണ്. അതെ 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 ഹിന്ദുക്കളെ തകർക്കുക. അതിനിപ്പോ ഞാൻ പറയണത് അമേരിക്കക്കാരൻ മാത്രമല്ല, ഇന്ത്യൻ അമേരിക്കൻ മുസ്ലിം കൗൺസിലും അതൊക്കെ കൗൺസിൽ ഓഫ് അമേരിക്കൻ ഇസ്ലാമിക് ഒരു കെയർ, CAIR, കൗൺസിൽ ഓഫ് ഇസ്ലാമിക് റിലേഷൻസ്, അവർക്ക് മുസ്ലിം ബ്രദർഹുഡുമായിട്ട് കണക്ഷൻസ് ഉണ്ട്. അവര് അമേരിക്കയില് ബാൻഡായിരുന്നു. അത് ഒബാമ വന്നപ്പോ ഇവര് പോയി കെഞ്ചി അങ്ങേര് അവരെ വിട്ടു. അപ്പൊ അവരാണ് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ സുരക്ഷയ്ക്കും ഭാവിക്കും ഭീഷണി എന്ന് എന്തുകൊണ്ടാണ് ഇവർ മനസ്സിലാക്കുന്നില്ലേ? അവർക്കെതിരെ എന്തുകൊണ്ട് മിണ്ടുന്നില്ല? സോ അത് അമേരിക്കക്കാരന്റെ ആവറേജ് അമേരിക്കക്കാരന്റെ അറ്റൻഷൻ സ്പാൻ വളരെ ചെറുതാണ്. പിന്നെ അവര് കേൾക്കുന്നത് എന്താ? ഹിന്ദുക്കള് മോശമാണ്, ഹിന്ദുക്കള് നമ്മളെ തകർക്കും, അതേ കേൾക്കുന്നുള്ളൂ. അവർക്ക് നല്ല കാര്യം കേൾക്കുന്നില്ല. അവര് പിന്നെ കുറെ കേൾക്കുന്നുണ്ട്, ഓക്കെ ഇസ്ലാമിക് ടെററിസം ഉണ്ട്, അതറിയാം. പക്ഷെ എന്റെ നെയ്ബർ ഇസ്ലാമിക് ടെററിസ്റ്റ് ആണോ? അല്ല. എന്റെ നെയ്ബർ ഹിന്ദു ആണോ? ഹിന്ദു ആണ്. പക്ഷെ അവർ ഈ വേഷമൊക്കെ കെട്ടുന്നു, അവര് ഹോമം ചെയ്യുന്നു വീട്ടില്, അതൊക്കെ പിശാചിന്റെ പരിപാടിയാണ്. അതാണ് അവരുടെ തലയിലുള്ളത്. ഈ സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ എല്ലാം ഹിന്ദുസത്തിനെ പറ്റി മോശമായിട്ടാണ് പറഞ്ഞേക്കണേ. ഡിക്ഷണറി നോക്കൂ, ഡിക്ഷണറിയിൽ ഓക്സ്ഫോർഡോ മെറിയം വെബ്സ്റ്റർ ഡിക്ഷണറിയിൽ പോയിട്ട് കാസ്റ്റ് എന്താന്ന് നോക്കൂ. ഹിന്ദു ഹെയറാർക്കിക്കൽ സൊസൈറ്റി സ്ട്രക്ചർ, അതേ ഉള്ളൂ. മുസ്ലിമിനില്ല കാസ്റ്റ്, ക്രിസ്ത്യാനിക്കില്ല. അപ്പൊ ഞാൻ ഈ കാര്യം പറയാം, ഈ വിവാദം വന്നപ്പോ ഒരു തമാശ കേൾക്കണായിരുന്നു. ട്വിറ്ററിൽ ഒരു മലയാളി ജക്കോബൈറ്റ് സിറിയൻ ക്രിസ്ത്യാനി 2-3 സ്ത്രീകള് വന്ന് പറയാ, ഞാൻ സിറിയൻ ക്രിസ്ത്യാനിയാണ്, ഈ വിവേകിന്റെ ആളുകളെ എന്റെ കമ്മ്യൂണിറ്റിയെ ഉപദ്രവിച്ചിട്ടുണ്ട്. അപ്പൊ തിരിച്ചടി കിട്ടിയത് അവരുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെയുള്ള ആൾക്കാർ വന്നു. നാണമുണ്ടോ നിനക്ക് ഈ പറയണത്? ഇവിടുത്തെ സിറിയൻ ക്രിസ്ത്യാനികളാണ് റിച്ചസ്റ്റ് ഇൻ അമേരിക്ക. അവരാണ് കാസ്റ്റ് മോസ്റ്റ്ലി പ്രാക്ടീസ് ചെയ്യുന്നവര്. എന്നിട്ട് നിനക്ക് നാണമുണ്ടോ? നിനക്ക് എന്താ വിവരമുള്ളതെന്ന് അവർക്ക് അവരുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ തിരിച്ചടി കിട്ടി. സോ ഇതൊരു തമാശ നടക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് കേട്ടോ. അതെ അതെ അതെ. പക്ഷെ ഇതൊരു വെപ്പണായിട്ട് നമ്മളെ ഉപദ്രവിക്കാൻ വേണ്ടി തന്നെ ശ്രമിക്കുന്ന ഒരു കാര്യമാണ്. എനിക്കൊരു സംശയം കൂടെ ഞാൻ ചോദിക്കുകയാണ്. അതായത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ ഡൊണാൾഡ് ട്രംപിനെ അനുകൂലിച്ച അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിച്ച ഈ ഒരു വലിയ സമൂഹമുണ്ട്. അവർക്കിതൊരു ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ വിവാദം അവർക്കൊരു നിരാശ ഉണ്ടാക്കിയിട്ടുണ്ടോ? അവർക്കൊരു ചെറിയൊരു ഡിസ്കംഫർട്ട് ഉണ്ടായിട്ടുണ്ട്. ബിക്കോസ് യുനോ അവരുടെ ആ കൂട്ടായ്മ പൊട്ടിപ്പോരുതല്ലോ. അപ്പം ആ സൈഡില് അതിന് അവര് തന്നെ, അവരുടെ വെള്ളക്കാര് തന്നെ വന്ന് പറയുന്നുണ്ട്, ഇതൊന്നുമല്ല നമ്മൾ ആലോചിക്കുന്നത് നമ്മുടെ നാടിന് ഏറ്റവും നല്ലത് എങ്ങനെയാ, എന്താണ് വേണ്ടത്, നമ്മുടെ നാട് എങ്ങനെ നന്നാക്കും, നമ്മുടെ നാട് എങ്ങനെ നമ്പർ 1 ആയിട്ട് നിൽക്കും, നമ്മുടെ നാട്ടിൽ എങ്ങനെ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടക്കും, അതിന് നമ്മൾ ലോകത്ത് നല്ല ടാലന്റാണ് കൊണ്ടുവരുന്നത്. അത് ഇന്ത്യക്കാരനാണോ ഹിന്ദു ആണോ എന്നല്ല നോക്കേണ്ടത്, ടാലന്റ് ഉണ്ടോ. അപ്പൊ അവർക്ക് അതാണ്. അപ്പൊ ഇലോൺ മസ്ക് തന്നെ പറഞ്ഞു, എന്റെ ടെസ്ലയിലും സ്പേസ് എക്സിലും ഒരുപാട് H1B-കാരുണ്ട്. ട്രംപ് തന്നെ പറഞ്ഞു, ഞാനും H1B-കാരെ എടുത്തിട്ടുണ്ട്, പക്ഷെ അയാള് അല്ലാത്തവരെ എടുത്തിട്ടുണ്ട്. ദ പോയിന്റ് ഈസ് ദാറ്റ് ഇമിഗ്രൻസ് ആണ് ഈ കൺട്രിയെ ഇവിടെ വർക്കിംഗ് എൻജിൻ. അപ്പൊ അതില്ലെങ്കിൽ നടക്കൂല. അത് വെള്ളക്കാർക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണോ? അല്ല. പക്ഷെ വെള്ളക്കാര് അത്രയും പഠിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്. ഉണ്ടായിരുന്നു ഒരു കാലത്ത്, ഇപ്പൊ കുറഞ്ഞു. എന്തുകൊണ്ട്? പല കാര്യങ്ങളുണ്ട്. ഡ്രഗ്സ് ഉണ്ട്, സോഷ്യൽ വാല്യൂസ് പോയി, ഫാമിലി വാല്യൂസ് ഇല്ല. അതെല്ലാം ഗവൺമെന്റിനും ചർച്ചും മറ്റൊക്കെ ആയിട്ട് കുറച്ചും കൂടിയൊക്കെ കൊണ്ടുവരേണ്ടതാണ്. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അമേരിക്കക്കാരനും പറയും, എനിക്ക് ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, പക്ഷെ ഞാൻ പോയിട്ട് ഫുട്ബോളോ ബാസ്കറ്റ് ബോളും കളിക്കും. ചെയ്തോ. പക്ഷെ
എഞ്ചിനീയറിംഗ് ജോബ് ആണെങ്കിൽ അതിൽ നന്നായിട്ട് ചെയ്യണമെങ്കിൽ നിനക്ക് നല്ലൊരു ഡിഗ്രി നല്ലൊരു ടാലന്റും വേണം. അപ്പൊ അതിന് ഇൻവെസ്റ്റ് ചെയ്യാം. സോ ഇതിലൊരു ഈ കോൺവെർസേഷൻ അമേരിക്കൻ ഗവൺമെന്റ് ഒന്ന് ഒരു തിരിച്ച് മാറ്റണം. പക്ഷെ ആ സൈഡിലെ കൺസേണും വറിയൊന്നും നമുക്ക് തള്ളിക്കളയാൻ പറ്റൂല. അവർക്ക് അതിനുള്ളൊരു ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കാം. സുധാജി പറഞ്ഞ ഈ വിഷയത്തെ, ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ആ ഒരു വിവാദത്തെ, പ്രത്യേകിച്ച് ഏറ്റവും അവസാനത്തെ ആ ഒരു നിയമനവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദത്തെ ഡൊണാൾഡ് ട്രംപും അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത അനുയായികളും കൈകാര്യം ചെയ്തത് എങ്ങനെയാണ്? അവർ ഈ പറയുന്ന എക്സ്ട്രീം വലതുപക്ഷത്തോടെ അല്ലെങ്കിൽ ഈ വിമർശകരോടൊപ്പം നിൽക്കുകയാണോ ചെയ്യുന്നത്? ഇല്ല, അവര് ഒന്നും കൂടി ശ്രീരാമകൃഷ്ണനെ സറൗണ്ട് ചെയ്തു. പക്ഷെ ഇതിലൊന്നും ശ്രീരാമകൃഷ്ണൻ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. ശ്രീരാമകൃഷ്ണൻ AI പറ്റി പറയുന്നുണ്ട്. ശ്രീരാമകൃഷ്ണൻ ഇതൊക്കെ ഏതാണ്ട് ഒരു വൈറ്റ് അല്ല, ഇത് ശ്രീരാമകൃഷ്ണൻ ഒരു പ്രതീകം മാത്രമാണ്. അപ്പൊ എലോൺ മസ്ക് പറഞ്ഞു നിങ്ങൾ വിഡ്ഢികളാണെന്ന്. എലോൺ മസ്ക് ഇങ്ങനെയൊക്കെ പറയും, നിങ്ങൾ പരമ വിഡ്ഢികളാണ് ഈ ഇങ്ങനെയൊക്കെ പറയണത്. ഞാൻ തന്നെ ഒരു ഇമിഗ്രന്റ് ആണ്, ഞാൻ കുറച്ചു കാലം H1B ഉണ്ടായിരുന്നു. ശരിയാ, എന്നിട്ട് അങ്ങനെ എത്രയോ കമ്പനി സ്റ്റാർട്ട് ചെയ്തു, പേപാൽ തൊട്ട് ഇപ്പൊ ടെസ്ല, സ്പേസ് എക്സ് ഒക്കെ അല്ലെ. അങ്ങേർക്ക് ഒരു സ്റ്റാച്ചർ ഉണ്ട് വേൾഡില് അല്ലേ, അതൊരു ഇമിഗ്രന്റ് ആണ് എന്നിട്ട് തന്നെ. സോ അവര് ഐ തിങ്ക് എനിക്ക് തോന്നുന്നത് അവര് കുറച്ച് ഹെൽപ്പ് ചെയ്യും. ബിക്കോസ് അതിലൊരു വളരെ വോക്കലായിട്ട് ഒരു സ്ത്രീയാണ്, ഒരു ജൂയിഷ് അമേരിക്കനും കൂടിയാ. എന്നിട്ടാണ് അവർ പറയണേ ഇമിഗ്രൻസ് ആണ്, കാസ്റ്റ് ആണ്, നിങ്ങൾക്ക് ഇപ്പൊ ടോയ്ലറ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞു. അവര് ട്വിറ്റർ ഡിമോണിറ്റൈസ് ചെയ്തു ഭയങ്കര. സോ യുനോ ഇതിന്റെ കാര്യം വെച്ചാൽ ഡിമോണിറ്റൈസ് ചെയ്യുന്നതിന്റെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ള അധികാരമുണ്ട്, ഫ്രീഡം ഓഫ് സ്പീച്ച് ഉണ്ട്. പക്ഷെ നിങ്ങളത് വയലൻസ് ആയിട്ടും വേറെ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിനോട് ഇത് പറയാൻ സീനോഫോബിയ എന്ന് പറയും. സീനോഫോബിയ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ആൾക്കാർ എവിടെ നിന്നുള്ള ഒരു രാജ്യം അവരോടുള്ളൊരു കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു വിരുദ്ധത. അപ്പൊ അങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പൈസ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ ലോറ ലൂമർ എന്നാണ് അവരുടെ പേര്. സോ ഇവർക്കൊക്കെ ഓരോരോ ലെസൺസ് കിട്ടുന്നുണ്ട്. ശരിക്കും ഒരു ഫുൾ കോൺവെർസേഷൻ വേണം അമേരിക്കയില് ഇമിഗ്രേഷൻ പോളിസിയെ പറ്റി. എത്രയോ 11 മില്യൺ അൺഡോക്യുമെന്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അതിപ്പോ ടെക്സസിൽ വന്നിട്ട് ടെക്സസിലെ ഗവർണർ റിപ്പബ്ലിക്കനാണ്. അയാൾ അവരെ ബസ് കയറ്റിയും പ്ലെയിനിൽ കയറ്റിയൊക്കെ ന്യൂയോർക്കിലേക്ക് വിട്ടു. ന്യൂയോർക്കിലെ ഗവർണർ എന്ത് ചെയ്തു? റൂസവെൽറ്റ് ഹോട്ടൽ എന്നും പറഞ്ഞ ന്യൂയോർക്കിൽ ഒരു വലിയ ഗംഭീരൻ ഹോട്ടൽ ഉണ്ട്. അവിടെയാണ് പണ്ടത്തെ പ്രസിഡൻസ് ഒക്കെ വന്ന് താമസിച്ചിരുന്നത്. അവിടെ കൊണ്ട് ഇവരെ താമസിപ്പിക്കുന്നു, അവർക്ക് വേണ്ട ചെലവൊക്കെ കൊടുക്കണം. അത് ആരാ ഇപ്പൊ ഓൺ ചെയ്യണേ? ആ റൂസവെൽറ്റ് ഹോട്ടൽ ഓൺ ചെയ്യണത് പാകിസ്ഥാനാണ്. ഇത് എന്തൊരു മണ്ടത്തരാന്ന് മനസ്സിലാവണേ. ഈ പാകിസ്ഥാനിൽ ഈ നാടിനോട് ചെയ്തിരിക്കുന്ന വയലൻസ് നമ്മൾ ആലോചിക്കുമ്പോൾ പാകിസ്ഥാനെ നമ്മളിങ്ങനെ സഹായിക്കണോ? ടാക്സ് പേയറിന്റെ കാശ് കൊടുത്ത് അൺഡോക്യുമെന്റഡ് ആൾക്കാരെ പാകിസ്ഥാന്റെ ഹോട്ടലിൽ താമസിപ്പിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ 2 ചെകിടും കൊടുത്ത് അടി വാങ്ങിക്കല്ലേ കാണിച്ചു. സോ കുറെ നടക്കുന്നുണ്ട് കാര്യങ്ങൾ. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് അമേരിക്കയിലെ ഒരു പോസിറ്റീവ് തിങ് വെച്ചിട്ടുണ്ടെങ്കിൽ പെൻഡുലം സ്വിങ് ചെയ്യും, ഇടതുവശത്തും പോയിട്ട് തിരിച്ചു വരും, വലതുവശത്തേക്കോ. ഒരു സമയത്ത് സെൻട്രലിൽ വരണം, അല്ലെങ്കിൽ കുറച്ച് സെൻട്രലിലേക്ക് വരണം. അത് ഇവിടെ നല്ലോണം നടക്കുന്നൊരു രാജ്യമാണ് ഇവിടുത്തെ ഡെമോക്രസി. അതെ, തീർച്ചയായിട്ടും അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ നമ്മൾ തമ്മിൽ സംസാരിച്ചപ്പോൾ ഈ ഹിന്ദു ഫോബിയയെക്കുറിച്ച് സുധാജി വളരെ വിശദമായിട്ട് പറഞ്ഞു. അന്ന് ഈ പറയുന്ന ലോക്കൽ ഭരണ സംവിധാനങ്ങളിൽ, നമ്മളിവിടെയൊക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെന്ന് പറയുന്ന സ്ഥലങ്ങളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. പക്ഷേ അതിനപ്പുറം ഇപ്പോൾ മറ്റൊരു ലെവലിൽ ഈ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. തൊഴിലിടങ്ങളിൽ പോലും ഒരു ഹിന്ദു വിരുദ്ധത ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ അവിടെ നടക്കുന്നതായിട്ട് റിപ്പോർട്ടുണ്ട്. NCRI റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ഞാനും വായിച്ചിരുന്നു. അതൊന്ന് വിശദീകരിക്കാമോ? എന്താണ് അവിടെ നടക്കുന്നത്? കാരണം ഒരുപക്ഷെ മലയാളികളായ നിരവധി ആൾക്കാർ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അവരെല്ലാം ഈ തൊഴിലിടങ്ങളുടെ ഭാഗമാണ്. അവർക്ക് ആർക്കും അറിയാത്ത ഒരു വിഷയമാണ് ഇത് എന്നുള്ളത് കൊണ്ടുകൂടിയാണ് ഞാനിത് ചോദിക്കുന്നത്. നല്ലൊരു ചോദ്യമാണ്. ബിക്കോസ് ഈ കാസ്റ്റ് പരിപാടി സ്റ്റേറ്റിലും സിറ്റി കൗൺസിലിലും ഒക്കെ നടക്കുന്ന സമയത്ത് ഒരുപാട് വലിയ ടെക് കമ്പനീസ് കാസ്റ്റ് അവരുടെ ഹ്യൂമൻ റിസോഴ്സസ് പോളിസിയിലേക്ക് ആഡ് ചെയ്തു, ഒരു ഡിസ്കഷൻ ഇല്ലാണ്ട്. ഒരാവശ്യവും ഇല്ലാത്ത, ഒരു പ്രാധാന്യവും സാങ്കത്യവും ഇല്ലാത്തൊരു വിഷയമാണ് ഇല്ലേ അവിടെ അവര് ചെയ്തതിന്റെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എല്ലാ കമ്പനിക്കും ഒരു
ഒരു റാങ്കിങ് വേണം. അവര് diversity, equity, inclusionല് അവര് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ. അപ്പൊ അവരുടെ പുറകെ ഈ തോന്നിയവാസികൾ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവര് ആഡ് ചെയ്യും. സിസ്കോ സിസ്റ്റംസ് പോലും ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അബദ്ധം എന്താണ്, ഇതിന്റെ ഡേഞ്ചർ എന്താണെന്ന് മനസ്സിലാക്കേണ്ടത് ഇതാണ്. ഈ കമ്പനീസ് ഒക്കെ ലോകത്തിലെ എല്ലായിടത്തും ഉണ്ട്. അപ്പൊ അമേരിക്കയിലെ പോളിസിയിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇന്ത്യയിലെ സിസ്കോ സിസ്റ്റംസിലും ആപ്പിൾ കമ്പ്യൂട്ടറിലും സെയിൽസ് ഫോഴ്സിലും എല്ലാം ഇമ്പാക്ട് ചെയ്യും. ദുബായില് ഉള്ള മൈക്രോസോഫ്റ്റ് എല്ലായിടത്തും ഇമ്പാക്ട് ചെയ്യും. എന്താ വെച്ചാൽ ഇതൊരു ഗ്ലോബൽ പോളിസിയാണ്. അപ്പം അവരെന്താ പറയണേ അവിടുത്തെ ഹിന്ദു എംപ്ലോയീസിനോട്, ഒരു ഓപ്പൺ അല്ലെങ്കിലും ഒരു സട്ടിൽ മെസ്സേജിങ് ആണ്, നിങ്ങൾ പ്രോബ്ലം ആൾക്കാരാണ്, ഞങ്ങൾ കണ്ണു വയ്ക്കുന്നുണ്ട് നിങ്ങളെ. അപ്പൊ എങ്ങനെ ഒരു ഹിന്ദു മാനേജർ മാനേജ് ചെയ്യും ഇതിന്റെ ഇതില്? അയാൾക്കൊരു ഉൾഭയമായിരിക്കും. അയാൾ ചെയ്യുന്ന എല്ലാ ആക്ഷനും, അയാൾ എടുക്കുന്ന ഏതെങ്കിലും ഒരു നടപടി ഒരുപക്ഷെ ഇതിന്റെ പശ്ചാത്തലത്തിൽ അതിനെ വിലയിരുത്തപ്പെടാം, ഇല്ലേ? അങ്ങനെയല്ലേ? ഒരു കോളേജ് പ്രൊഫസർ ഗ്രേഡ് കൊടുക്കുന്നു. അപ്പോ ഒരു പയ്യൻ വന്നു പറയണു, ആ കോളേജ് പ്രൊഫസർ എനിക്ക് ഡി തന്നു, എന്നെ ഫെയിൽ ചെയ്തു, തോപ്പിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങേര് ഒരു അപ്പർ കാസ്റ്റ് ആണ്, ഞാനൊരു ലോവർ കാസ്റ്റ് ആണ്. ഈ പ്രൊഫസർ എന്താ ചെയ്യാൻ പോണേ? അത് കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രൊഫസർ പെട്ടു. ഇതിനൊരു ഡെഫിനിഷൻ ഇല്ല. ഓക്കെ, ഈ ലോകത്തിൽ തന്നെ കാസ്റ്റ് എന്നുള്ളതിന് യുണൈറ്റഡ് നേഷൻസിൽ ഡെഫിനിഷൻ ഇല്ല. അല്ല, ഇന്ത്യയെ പോലും അങ്ങനെ ഒരു പ്രശ്നമില്ലല്ലോ. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ആരോപണങ്ങൾ ഉണ്ടാകുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ട്, അതിനെതിരെ അന്വേഷണം ഉണ്ടാകാറുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു ജനറലായിട്ടൊരു ഡെമോക്രസിന്റെ വാള് പോലെ ഇങ്ങനെ മുകളിൽ നിൽക്കുന്ന ഒരു സാഹചര്യം ഭാരതത്തിൽ പോലും ഇല്ല. അപ്പോ മൈക്രോസോഫ്റ്റിലോ സിസ്കോയിൽ ജോലി ചെയ്യുന്ന ഒരാളും അതെ, ഒരു റാങ്കിങ് ആൻഡ് റേറ്റിംഗ് ഉണ്ട് എല്ലാ കൊല്ലം പെർഫോമൻസ്, അതിലും സംഭവിച്ചു. അപ്പൊ അതിലും ഇങ്ങനത്തെ ഒരു അലിഗേഷൻ വരാം. അതാണ് നമ്മൾ കണ്ട സിസ്കോ സിസ്റ്റമിലെ 2 മാനേജേഴ്സ്. അതിലൊരാള് അയ്യർ എന്നാണ് അയാളുടെ പേരെങ്കിലും അയാള് വെൽ നോൺ എത്തീസ്റ്റ് ആണ്, നോൺ ഇർറിലീജിയസ്, റിലീജിയനിലൊന്നും ബിലീവ് ചെയ്യുന്നില്ല അങ്ങേര്. അത് പബ്ലിക്ലി അറിയുന്നതാണ്. എന്നിട്ട് അങ്ങേരെ ഹൗണ്ട് ചെയ്തു. അങ്ങേരുടെ കൊളീഗ് ആൻഡ് ഫ്രണ്ട്, കോളേജ് IIT തൊട്ടുള്ള ഒരു ഫ്രണ്ടാണ്, ദളിതനാണ്, എനിക്ക് $5000 റേസ് തന്നില്ല, എനിക്ക് എഞ്ചിനീയറിംഗ് പ്രൊമോഷൻ തന്നില്ല. അയാൾ പറയാണ്ടിരുന്ന കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ എഞ്ചിനീയറിംഗ് പൊസിഷന് അപ്ലൈ ചെയ്തില്ല, എനിക്ക് $5000 പകരം എനിക്ക് millions of dollars സ്റ്റോക്ക് ഓപ്ഷൻ തന്നു സുന്ദർ അയ്യർ. അതൊന്നും അയാൾ പറഞ്ഞില്ല. അപ്പൊ ഈ അമേരിക്കയിൽ എന്നിട്ട് ഈ ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനം ആരോപിച്ചു. അപ്പൊ ആ കേസ് ഇപ്പൊ കംപ്ലീറ്റ്ലി പൊളിഞ്ഞു. ബിക്കോസ് കാലിഫോർണിയ സ്റ്റേറ്റിന് ഒരു പ്രൂഫ് പോലും കാണിക്കാൻ കഴിഞ്ഞില്ല. ഇങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ സംഭവിച്ചു സുന്ദർ അയ്യർ. അല്ല, ഇത് വളരെ 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 സീരിയസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ലേ? കാരണം ഏതൊരു പ്രവാസികളുടെ തലയിലും എപ്പോൾ വേണമെങ്കിലും ഇടിത്തി പോലെ വീഴാവുന്ന ഒരു ആരോപണമാണ് കാസ്റ്റിന്റെ അടിസ്ഥാനത്തിലുള്ള വിവേചനം. ഭാരതത്തിൽ പോലും അങ്ങനെ ഇല്ലാത്ത ഒരവസ്ഥയിൽ ഇത് അമേരിക്കയിൽ വരുന്ന വലിയൊരു ഭീഷണി തന്നെയാണ്. അതെ, അപ്പൊ അത് നമ്മളെ തകർക്കാൻ വേണ്ടിയിട്ട് തന്നെയുള്ള തകർക്കുക എന്ന് മാത്രമല്ല, നമ്മളെ ഒഴിച്ചു മാറ്റി നിർത്തുക, പ്രൊഫൈലിംഗ്. അതായിരുന്നു കാലിഫോർണിയയിലെ. അപ്പൊ ഏതായാലും ഭാഗ്യത്തിന് ഗവർണർ അത് പറഞ്ഞു, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് ഇപ്പൊ തന്നെ ഇവിടെ ലോസ് ഉണ്ട് വേണ്ടത്. ഇവിടുത്തെ ലോസ് എന്ന് പറയുന്നത് നാഷണൽ ഒറിജിനും ആൻസസ്ട്രി എന്ന് പറഞ്ഞാൽ അതൊക്കെ പ്രൊട്ടക്റ്റഡ് ആണ്. ആ 2 കാര്യത്തിൽ കൂടി ഏത് കാസ്റ്റ് കേസും പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള കഴിവ് ഇവിടുത്തെ പബ്ലിക് പ്രോസിക്യൂട്ടറിനോ അല്ലെങ്കിൽ DAക്കോ ഒക്കെ ഉണ്ട്. അവർ തന്നെ വന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് ഇതിന്റെ ആവശ്യമില്ല, ഞങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. സോ എനിവേ ദ പോയിന്റ് ഇസ് ദാറ്റ് ഈ ഒരു നെററ്റീവാണ്. അതാണ് ഈ നെറ്റ്വർക്ക് കണ്ടേജിയൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്റ്റഡി കാണിച്ചത്. അവർ നെറ്റ്വർക്ക് കണ്ടേജിയൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് NCRI എന്ന് പറയുന്നവര് റട്ട്ഗേഴ്സ് യൂണിവേഴ്സിറ്റി, ന്യൂജേഴ്സിയിലെ വലിയൊരു ഫേമസ് യൂണിവേഴ്സിറ്റിയാണ് റട്ട്ഗേഴ്സ് യൂണിവേഴ്സിറ്റി. അവരുമായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അതിൽ സോഷ്യൽ പെർസെപ്ഷൻ ലാബ് എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്. അവരുമായിട്ട് ഇവര് ഒരു സ്റ്റഡി നടത്തി. എന്തുകൊണ്ടാണ് ഇവിടുത്തെ അവരുടെ സ്റ്റഡി വെച്ചാൽ ഈ കാസ്റ്റിനെ പറ്റിയല്ലായിരുന്നു. ഡിവേഴ്സിറ്റി, ഇക്വിറ്റി, ഇൻക്ലൂഷൻ DEI എന്ന് പറയുന്ന എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും കമ്പൽസറി ആയിട്ട് കുറെ ട്രെയിനിങ് കൊടുക്കും യൂണിവേഴ്സിറ്റീസിന്, എല്ലാ കമ്പനിക്കും. എനിക്കുമൊക്കെ എടുത്ത് സൈൻ ഓഫ് ചെയ്യണമായിരുന്നു, ഞാൻ ആ ട്രെയിനിങ് എടുത്തു. അപ്പൊ ആ ട്രെയിനിങ്സിന്റെ ഇഫക്റ്റീവ്നെസ് എന്താന്ന് ഇതുവരെ ആരും പഠിച്ചിട്ടില്ല. ഈ NCRI ആണ് ഒരു സ്റ്റഡി നടത്തി, നോക്കാലോ ഈ DEIയുടെ ഇഫക്റ്റീവ്നെസ് എന്താന്ന് നമ്മൾ അറിയണമല്ലോ.
അപ്പൊ അവരൊരു 3 കാറ്റഗറീസ് ആണ് അവർ എടുത്തത്. അതില് ഒരെണ്ണം റേസ്, വംശം, അല്ലെ, റിലീജിയൻ, മതം. മൂന്നാമത്തത് കാസ്റ്റ്. കാസ്റ്റ് എടുക്കാൻ കാരണം അതൊരു വലിയൊരു ടോപ്പിക്കലാണ് ഇവിടെ. അപ്പൊ അവര് നടത്തിയ ഒരേ സ്റ്റഡി, അത് നടത്തിയ ആൾക്കാര് എത്രയാ, ഒരു 860 ആൾക്കാരാണ്, അമേരിക്കൻ. അവര് പോയിട്ട് ഹിന്ദുവിനെയും മുസ്ലിമിനെയും ഒന്നും എടുത്തില്ല, അവര് റാൻഡം സാമ്പിളിങ് ചെയ്തു. ആ സ്റ്റഡി നടത്തിയ ആള് വളരെ ഫേമസ് ആണ്, സ്റ്റാറ്റിസ്റ്റീഷ്യൻ ആയിട്ട്, അമേരിക്കക്കാരനാണ്. അപ്പൊ അവർ സ്റ്റഡി നടത്തിയിട്ട് 3 സ്റ്റഡിയാണ്. ഞാനിവിടെ കാസ്റ്റിനെ മാത്രമേ പറയുന്നുള്ളൂ, ബിക്കോസ് അതാണ് നമ്മുടെ റെലവെന്റ് ടോപ്പിക്. ആ കാസ്റ്റ് സ്റ്റഡിയിൽ അവർ നടത്തിയത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ഗ്രൂപ്പാക്കി, ഒരെണ്ണം കൺട്രോൾ ഗ്രൂപ്പ്, ഒരെണ്ണം എക്സ്പെരിമെന്റൽ ഗ്രൂപ്പ്. അങ്ങനെയാണല്ലോ സയന്റിഫിക് സ്റ്റഡീസ് നടത്തുന്നത്. കൺട്രോൾ ഗ്രൂപ്പിന് അവർ സാധാരണ ഒരു വായിക്കാൻ കൊടുത്തു, വർണ്ണാജാതി എന്താണ് ഇന്ത്യയിൽ, ഒരു വളരെ ന്യൂട്രൽ ആയിട്ടുള്ള പരിപാടി വായിക്കാൻ കൊടുത്തു. മറ്റവർക്ക് ഇവിടുത്തെ ഒരു തല്ലിപ്പൊളി ഓർഗനൈസേഷൻ ഉണ്ട്, ഇക്വാളിറ്റി ലാബ്സ്. അവരാരും ഹിന്ദു അല്ല, പക്ഷെ നമ്മളുടെ ഹിന്ദുസിനെ അബ്യൂസ് ചെയ്യാൻ വരുന്ന ആൾക്കാരാണ് ഇക്വാളിറ്റി ലാബ്സ്. അവരുടെ വർക്ക് ഉപയോഗിച്ചിട്ടാണ് ഈ കാസ്റ്റ് പോളിസി ഒക്കെ വരുന്നത്. അവരുടെ ട്രെയിനിങ് മെറ്റീരിയൽ കൊടുത്തു എക്സ്പെരിമെന്റൽ ഗ്രൂപ്പിന്. അത് കഴിഞ്ഞിട്ട് ഇവര് ഒരു സിമ്പിൾ ചോദ്യം ചോദിച്ചു. ഞാനത് വായിക്കാം. അത് വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ്, യാതൊരു ഇതില്ല, 2 സെന്റൻസേ ഉള്ളത്. രാജ്കുമാർ applied to an elite East Coast University in fall 2022. During the application process, he was interviewed by an admissions officer, Anand Prakash. Ultimately, Raj's application was rejected. അത്രേ ഉള്ളൂ, 2 ലൈൻ. രാജ്കുമാർ പോയിട്ട് ഒരു യൂണിവേഴ്സിറ്റിയിൽ ഇന്റർവ്യൂ ചെയ്ത ആളുടെ പേര് ആനന്ദ് പ്രകാശ്. അറ്റ് ദി എൻഡ് ഓഫ് ദ ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ ഇങ്ങേർക്ക് ജോലി കിട്ടിയില്ല. അതിനെ തുടർന്ന് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു, കൺട്രോൾ ഗ്രൂപ്പിനോടും ചോദിച്ചു, എക്സ്പെരിമെന്റൽ ഗ്രൂപ്പ്, ഇക്വാളിറ്റി ലാബ്സിന്റെ കാസ്റ്റ് പ്രൊപ്പഗാൻഡ വായിച്ചവരും. അതിൽ നിന്ന് മനസ്സിലാക്കിയത് എക്സ്പെരിമെന്റൽ ഗ്രൂപ്പുകാർ 30% കൂടുതലാണ് കൺട്രോൾ ഗ്രൂപ്പിനെക്കാട്ടിലും. ടുഡ് സേ ആനന്ദ് പ്രകാശ് എന്നുള്ള ഇന്റർവ്യൂവർ അപ്പർ കാസ്റ്റ് ആണ്, അയാള് കാസ്റ്റ്സ് ആണ് ഉപയോഗിച്ച്. പാവൻ രാജ്കുമാർ ലോവർ കാസ്റ്റ് ആണ്. ഈ ഇന്റർവ്യൂവിൽ കുറെ വിരുദ്ധത കാണിച്ചു. അതുകൊണ്ട് ഇയാളെ പണിഷ് ചെയ്യണം. ആലോചിച്ച് നോക്കൂ, അത്രയ്ക്ക്. ഇത് മൊത്തത്തിൽ ഒരു വളരെ ഇമാജിനറി ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഇല്ലേ, സാങ്കല്പികമായിട്ടുള്ള ഒരു സിനേറിയോ ഉണ്ടാക്കി എടുക്കുകയാണ്. അതെ, ആ സിറ്റുവേഷനിൽ പോലും ഇക്വാളിറ്റി ലാബ്സിന്റെ കാസ്റ്റ് ട്രെയിനിങ് കിട്ടിയ ആൾക്കാർ പറഞ്ഞു, ഇയാള് ആനന്ദ് പ്രകാശ് ശരിക്കും അയാളൊരു അപ്പർ കാസ്റ്റിസ്റ്റ് ആണ്, അയാളെ പണിഷ് ചെയ്യണം. ഓക്കെ, പക്ഷെ അപ്പൊ ഇവര് വേറൊരു ടെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പേര് മാറ്റി. ആനന്ദ് പ്രകാശ് ഇന്റർവ്യൂവിന് വന്നു, രാജ്കുമാർ ഇന്റർവ്യൂ ചെയ്തു, സെയിം റിസൾട്ട്. ആ സിറ്റുവേഷനിൽ രാജ്കുമാർ അഗ്രസറാണ്, രാജ്കുമാർ ഒപ്രസറാണ്. സോ ദ പോയിന്റ് ഇസ് ദാറ്റ് പക്ഷെ ഫണ്ണി തിങ് ഈസ്, നമ്മുടെ നാട്ടിൽ ആനന്ദ് പ്രകാശ് വന്ന ക്രിസ്ത്യാനിയാവാം, രാജ്കുമാരൻ ക്രിസ്ത്യാനി. അതാ ഞാൻ പറയുന്നത്, ഇത് യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത വളരെ സാങ്കല്പികമായ ഒരു അന്തരീക്ഷം അല്ലെങ്കിൽ ഒരു വിഷയം ഉണ്ടാക്കിയെടുക്കുകയാണ് ഇവര്. എനിക്ക് ഒരു സംശയം കൂടെ ഞാൻ ചോദിച്ചോട്ടെ. ഇപ്പോൾ ഇന്ത്യക്കാര് അല്ലെങ്കിൽ ഹിന്ദുക്കൾ മാത്രമല്ലല്ലോ അവിടെ പ്രവാസികളായിട്ടുള്ള. ഈ പറയുന്ന ഇവാലുവേഷൻ, എക്സ്പെരിമെന്റ് ഗ്രൂപ്പ്, ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ നടക്കുന്നതിൽ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവര് അവരുടെ കാര്യങ്ങൾ ഇതുപോലെ ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ? ഉദാഹരണത്തിന് ഈ ടെററിസം പോലെയുള്ള വിഷയങ്ങളോട് ഇവരുടെ ഒരു സിമ്പതി ഫാക്ടർ, സ്ത്രീകളെ ഇവർ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്, അവരുടെ അവകാശങ്ങളെക്കുറിച്ച്, ഇവരുടെ സ്വന്തം ജീവിതത്തിൽ അവരുടെ ബോധ്യങ്ങൾ എന്തൊക്കെയാണ്, ഇത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും ഇവാലുവേഷൻ നടക്കാനുള്ള ഒരു സംവിധാനം അവിടെ ഉണ്ടോ മറ്റ് സമുദായങ്ങളുടെയും മറ്റ് രാജ്യങ്ങളുടെയും കാര്യത്തിൽ? സത്യം പറഞ്ഞാൽ അതെങ്ങനെ നടക്കുക? യൂണിവേഴ്സിറ്റീസ് ഒക്കെ ഇടതുപക്ഷക്കാരാണ്. UCLA, യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ ലോസ് ആഞ്ചലസ്, ലോകത്തിലെ വൺ ഓഫ് ദ ടോപ്പ് യൂണിവേഴ്സിറ്റീസ് ആണ്. അവിടെ ഒരു ഷറിയ പ്രൊഫസർ ഉണ്ട്. എനിക്ക് അത്ഭുതം തോന്നി, ഷറിയ എങ്ങനെ US അങ്ങനെ അങ്ങേരുടെ ഒരു പേരുണ്ട്, എന്താണ്, ഖാലിദ് എൽ ഫാദൽ. അങ്ങേർക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അപ്പൊ യൂണിവേഴ്സിറ്റിയുടെ പ്രമിസസിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറ്റകരമാണ്. അപ്പൊ യൂണിവേഴ്സിറ്റിക്ക് ആക്ഷൻ എടുക്കാം.
ഇങ്ങേര് പുറത്ത് അങ്ങേരെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പറഞ്ഞു, ഇപ്പൊ ഹിന്ദുക്കളാണ് മറ്റേ പലസ്തീനിലെ ഗാസയിലെ ആൾക്കാരെ കൊല്ലുന്നത്, ഹിന്ദുക്കളാണ് IDF-ന്റെ ആർമിയിലുള്ളവരൊക്കെ. അപ്പൊ ഞാൻ UCLA-യുടെ ഇതിന്റെ ഹെഡിനെ വിളിച്ചു ചോദിച്ചു, നിങ്ങളതെന്താ ഇവരെ തള്ളി പറയാത്തെ? ഓ, ഞങ്ങളെ ആന്റിസെമിറ്റിസത്തിനെ പറ്റി തള്ളി പറഞ്ഞു. അപ്പൊ എന്താ ഹിന്ദു ഫോബിയെ പറ്റി പറയാത്തെ? ഇങ്ങനെ എന്തുകൊണ്ട് ഇതൊക്കെ പറഞ്ഞു നടക്കുന്നു? ഇങ്ങനെ വീഡിയോ ഒക്കെ നടക്കുന്നുണ്ടല്ലോ, നിങ്ങൾ എങ്ങനെ ഇയാളെ പ്രൊഫസറായി വെച്ചിട്ട് നിങ്ങൾ മിണ്ടാണ്ടിരിക്കുന്നു? ഒരു മറുപടിയില്ല. സോ എനിവേ, ദ പോയിന്റ് ഇസ് ദാറ്റ് ഇവർക്ക് ചെയ്യാൻ ധൈര്യമില്ല. ബിക്കോസ് ഐ ടെൽ യു, സ്വീഡനിൽ ഒരു സ്റ്റഡി നടത്തി. മുസ്ലിം സ്വീഡിഷ് ആൾക്കാര് പ്രൊഫസേഴ്സ് ഒക്കെ ആയിട്ട് അവിടുത്തെ ക്രൈം സ്റ്റാറ്റിസ്റ്റിക്സിനെ പറ്റി സ്റ്റഡി ആക്കിയപ്പോ സ്വീഡിഷ് ഗവൺമെന്റ് അത് അവരെ തകർത്തു. ആ സ്റ്റഡി സോ ദർ ഇസ് ഒരു ഇതുണ്ട്. ഇപ്പൊ നമ്മളെ UK-ൽ നടക്കുന്ന പ്രശ്നം, ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ഇൻടു ഇറ്റ്, ബട്ട് ദ തിങ് ഈസ് ദാറ്റ് ദർ ഇസ് എ ഫിയർ ഓഫ്, എന്താ പറയണേ, വി ഡോണ്ട് വാണ്ട് ടു നമ്മൾ ഷോ അപ്പ് ആസ് റേസിസ്റ്റ്. നമ്മുടെ പെൺകുട്ടികളെ നശിപ്പിച്ചാലും നമ്മൾ മറ്റുള്ളവരെ പ്രൊട്ടക്ട് ചെയ്യണം. അതെന്തൊരു തരത്തില്. അതെ, UK-ൽ ഇപ്പം നടക്കുന്ന വളരെ കൃത്യമായിട്ട് അത് തന്നെയാണല്ലോ, കണ്ടിട്ടും കാണാത്ത. അതെ, അമേരിക്കയിലെ ഇടതുപക്ഷം അങ്ങനെയാണ്. അമേരിക്കയിലെ ഇടതുപക്ഷത്തിന്റെ എന്ന് വെച്ചാൽ ഈ ലോകം മുഴുവൻ നമുക്ക് രണ്ട് വിധത്തിലേ കാണാൻ പറ്റും, ഒപ്രസർ, ഒപ്രസ്ഡ്. അപ്പൊ ഹിന്ദുക്കള് ആ കാര്യത്തിൽ നമ്മൾ ഇടതുപക്ഷക്കാരുടെ എതിരാളികളാണ്, ഒപ്രസ്ഡ്. പക്ഷെ ഇപ്പൊ വലതുപക്ഷം പറയുന്നു, ഓ നിങ്ങൾ ഹിന്ദുക്കളാണ്, നിങ്ങൾ ജീസസ് ക്രൈസ്റ്റിനെ ഫോളോ ചെയ്ത ആൾക്കാരാണ്. അപ്പൊ അതിന്റെ സ്റ്റഡിയിലാണ് രണ്ടാമത്തെ ഭാഗം, ഈ നെറ്റ്വർക്ക് കണ്ടേജിയൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സെക്കൻഡ് ഭാഗം വന്നത്. അവരെന്ത് ചെയ്തു? ആ സ്റ്റഡിക്ക് അഡോൾഫ് ഹിറ്റ്ലർ ജ്യൂസിന് അഗൻസ്റ്റ് ഉപയോഗിച്ച ലാംഗ്വേജ്, ആ ഭാഷ എടുത്ത് ജൂ എന്നുള്ളത് മാറ്റി ബ്രാഹ്മിൻസ് എന്നാക്കി. എന്നിട്ട് കൺട്രോൾ ഗ്രൂപ്പിനും മറ്റേ ഗ്രൂപ്പിനും ചോദിച്ചപ്പോ അഗെയിൻ ഒരു 30% കൂടുതൽ ആൾക്കാരെ എക്സ്പെരിമെന്റൽ ഗ്രൂപ്പിൽ പറഞ്ഞു ബ്രാഹ്മിൻസ് പാരസൈറ്റ്സ് ആണ്, വൈറസ് ആണ്, ആൻഡ് ബ്രാഹ്മിൻസ് പിശാചുക്കളെ വർഷിപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. ഓക്കെ, ഇതാണ് നമ്മളെ തമിഴ്നാട്ടിലെ ഒരു എക്സാക്ട്ലി, ഞാൻ അതിലേക്കാണ്. അപ്പോൾ ഈ അമേരിക്കയിൽ ഇങ്ങനെ കുറെ കാര്യങ്ങൾ നടക്കുന്നു. ഇവിടെ തമിഴ്നാട്ടിൽ ഉദയനിധി സ്റ്റാലിൻ സനാതനധർമ്മം സൈനൈഡ് പോലെ വിഷമാണെന്ന് പറയുന്നു. ഈ കേരളത്തിൽ പോലും ഭരിക്കുന്ന പാർട്ടിയുടെ സെക്രട്ടറി പറയുന്നു സനാതനധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാതി വ്യവസ്ഥ. അപ്പൊ ഇതെല്ലാം ഒരു 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 വലിയ ഒരു ഗൂഢാലോചനയുടെ ഒരു ഭാഗമായിട്ട് തന്നെ തോന്നുന്നില്ലേ? ഇതൊക്കെ വളരെ യാദൃശ്ചികമായിട്ട് ശരിക്കും. പക്ഷെ സത്യമായിട്ട് നമ്മൾ ഇവിടെ ആലോചിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഇവിടെ നിന്ന് ഇട്ടിട്ടൊന്നും ഓടിപ്പോകാൻ പോകുന്നില്ല. ഓക്കെ, നമ്മളിവിടെ ഒരു അമേരിക്കയിൽ ഒരു പ്രോവർബ് ഉണ്ട്, സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ട്. ഞങ്ങള് സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ട് ആണ്. അതില് അർത്ഥം വെച്ചിട്ടുണ്ടെങ്കിൽ അധികം അങ്ങോട്ട് രണ്ട് ഭാഗത്തും പോവല്ലേ. നമ്മൾ നമ്മുടെ കാര്യം നോക്ക്, നമ്മുടെ കാര്യം നോക്കി നമ്മുടെ വാല്യൂ അമേരിക്കയ്ക്ക് എന്താന്നുള്ളത് കാണിച്ചു കഴിഞ്ഞാൽ രണ്ട് ഭാഗവും നമ്മളുടെ പുറകെ വരും. അത് തീർച്ചയാണ്. ബിക്കോസ് ഹിന്ദുക്കളാണ് ഡെമോക്രാറ്റിക് പാർട്ടിക്ക് 30 മില്യൺ കൊടുക്കും, റിപ്പബ്ലിക്കൻ പാർട്ടിക്കും പൈസ കൊടുക്കും. ഓക്കെ, ഇപ്പൊ രണ്ട് സൈഡിലും ഹയർ പൊസിഷനിൽ വരുന്നത് കുറെ പേര് ഇന്ത്യക്കാരാണ്. മുസ്ലിമിനെയും ക്രിസ്ത്യാനിയും ഒക്കെ വച്ചു, ഞങ്ങൾ ആരും ഒന്നും പറയുന്നില്ല, അല്ലെ? പക്ഷെ നമ്മുടെ വിക്കറ്റ് കയറാൻ വരുമ്പോ നമ്മൾ അതിനെ എതിർത്ത് നിൽക്കും. അതാണ് ഈ ഹിന്ദു ഫോബിയ എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടൊരു വേർഡ് ഇല്ല അമേരിക്കയില്. അപ്പൊ അതിനാണ് നമ്മളെ കോൺഗ്രസ്മാൻ ശ്രീ താനേദാർ, അങ്ങേര് പിന്നെയും രണ്ടാമതും ജയിച്ചു ഈ ഇലക്ഷനിൽ, മിഷിഗനിലാണ് അങ്ങേര് ശരിക്കും ഒരു കൺവേർട്ടഡ് ക്രിസ്ത്യൻ ആണ്. പക്ഷെ അങ്ങേര് നമ്മളെ കമ്മ്യൂണിറ്റിയായിട്ട് വളരെ ക്ലോസ് ആണ്. അങ്ങേരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് മറ്റേ ഹൗസ് റെസൊല്യൂഷൻ 1131. അതിപ്പോ പഴയ ഇതിൽ കോൺഗ്രസ് നിന്ന് മാറി പുതിയതായിട്ട് അവർ കൊണ്ടുവരും. അപ്പൊ അതെന്താ പറയണ വെച്ചാൽ വളരെ സിമ്പിളാണ്. ഹിന്ദു ഫോബിയ കണ്ടം ചെയ്യണം, ഹിന്ദു അമേരിക്കൻസിനെ സെലിബ്രേറ്റ് ചെയ്യണം. ഈ കാര്യങ്ങൾ 5 പോയിന്റ്സ് ആണ് പറയുന്നത്. അപ്പൊ അത് അത്യാവശ്യമാണ് നടക്കുന്നത്. എന്നാലേ അത് ഇൻസ്റ്റിറ്റ്യൂഷണൽ റെക്കഗ്നിഷൻ കിട്ടും. അത് ഇസ്ലാമോഫോബിയയുടെ ബില്ലും അങ്ങനെ ചെയ്തല്ലോ. ഡെമോക്രാറ്റ്സ് വന്നിട്ട് ഇൽഹാൻ ഒമാറിന്റെ ബില്ല് നാൻസി പെലോസി പറഞ്ഞു എല്ലാ ഡെമോക്രാറ്റ്സിനോടും ലൈനപ്പ് ചെയ്തിട്ട് അങ്ങോട്ട് വോട്ട് ചെയ്യാൻ പറഞ്ഞു. അവര് വോട്ട് ചെയ്തു. അപ്പൊ നമ്മളിതൊക്കെ കാണുന്നവരാണ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ടതാണ്,
അവര് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അവര് മിടുക്കന്മാരാണ്. അവര് അമേരിക്കൻ ഇത് സിസ്റ്റമാറ്റിക് ആയിട്ട് ഈ ഹിന്ദു ഫോബിയ ഉണ്ടാക്കാൻ ഒരു വശത്ത് ശ്രമം നടക്കുമ്പോൾ മറുവശത്ത് ഇപ്പോൾ ഈ ഖാലിസ്ഥാനികളെ പോലുള്ളവർ അവരെ അമേരിക്കയിൽ മാത്രമല്ല കാനഡയിൽ പോലും ഓപ്പൺ ആയിട്ട് തന്നെ ഹിന്ദുക്കൾക്കെതിരെ ഭീഷണി ഉയർത്തുന്നു, ഹിന്ദു ക്ഷേത്രങ്ങൾ ആക്രമിക്കുന്നു, ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെതിരെ ശക്തമായ ഒരു പ്രതികരണം അവിടെ ഉണ്ടാകുന്നുണ്ടോ അവിടുത്തെ സമൂഹത്തിന്റെ ഭാഗത്തു നിന്ന്? സത്യം പറഞ്ഞ ചെയ്യുന്നുണ്ട്. നമ്മൾ തകർത്തു. ഓക്കെ, അവൻ സ്മോൾ ചെറിയ വിന്നാണ്. കാലിഫോർണിയയിലെ ഒരു സീക്ക് അസംബ്ലി വുമൺ ഉണ്ട്, ഡോക്ടറാണ്. അവര് ആദ്യത്തെ ഇന്ത്യൻ അമേരിക്കനാണ് ഒരു സ്ത്രീ അസംബ്ലിയിൽ. ആകെ 2 ആൾക്കാരേ ഉള്ളൂ ഇന്ത്യൻ വംശജർ എന്ന് പറയുന്നത്. അതിൽ ഒരെണ്ണം ഇവരാണ്. ഇവര് പഞ്ചാബി സീക്കാണ്, പക്ഷെ ഖാലിസ്ഥാനി സിമ്പത്തൈസറാണ്. കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ മനസ്സിലാക്കി അവരൊരു ബില്ലിറക്കി, ട്രാൻസ്നാഷണൽ അഗ്രസർ റിപ്രസർ, ട്രാൻസ്നാഷണൽ റിപ്രഷൻ, TNR എന്നാണ് ഇതിന്റെ ഒരു അബ്രിവേഷൻ. ട്രാൻസ്നാഷണൽ റിപ്രഷൻ എന്നുള്ളൊരു ലോ ഉണ്ട് അമേരിക്കയില്, റഷ്യയ്ക്കും ഇറാനിനും ചൈനയ്ക്കും എതിരെ. അപ്പൊ ഇവര് ഇന്ത്യയെ ആഡ് ചെയ്യണം. അപ്പൊ ഞങ്ങളെ ഇത് എല്ലാ ദിവസവും ഓരോ പ്രശ്നങ്ങളിൽ ഞങ്ങൾ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. വി ആർ സോ ഫോക്കസ്ഡ് ആണ് ഉള്ളത്. ഇത് ഞങ്ങൾ ശ്രദ്ധിച്ചില്ല. അവസാനമായി ശ്രദ്ധിക്കാൻ നോക്കിയപ്പോഴേക്കും സെനറ്റിന്റെ ജുഡീഷ്യറിയിലേക്ക് എത്തുന്നു. ഞങ്ങൾ വേഗം ആക്ടിവേറ്റഡ് ആയി. ഒരു 10,000, 20,000 എഴുത്തുകൾ എല്ലാവർക്കും അയച്ചു. ഞങ്ങൾ മാത്രമല്ല, പല ഗ്രൂപ്പുകൾ. എന്നിട്ട് ഞങ്ങൾ ഒരു ഫോർമൽ പൊസിഷൻ ലെറ്റർ പബ്ലിഷ് ചെയ്തു അവരുടെ വെബ്സൈറ്റിൽ, സെനറ്റിന്റെ വെബ്സൈറ്റിൽ. ഇത് ഒപ്പോസ് ചെയ്യാണ് ഞങ്ങൾ. അപ്പോ ഇവര് എന്നെ വിളിച്ചു, ഒരു മീറ്റിംഗ് വേണം നിങ്ങളുമായിട്ട് എന്ന് പറഞ്ഞു. ഞങ്ങൾ മീറ്റ് ചെയ്തു. അപ്പൊ എന്റെ മീറ്റിങ്ങില് കോളേജ് കുട്ടികള്, സ്കൂൾ കുട്ടികള്, ബിസിനസ് ആൾക്കാര്, കുറി വരച്ചിട്ടുള്ള ഹിന്ദുക്കള്, ജ്യൂസ്, ഏഷ്യൻ, ചൈനീസ് സ്ത്രീ ഉണ്ടായിരുന്നു. അവരുടെ സൈഡിൽ അവരുടെ സ്റ്റാഫ് വെള്ളക്കാർ. അപ്പൊ അവർ കുറെ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ 3-4 ചോദ്യം ചോദിച്ചു. ഒരു കാര്യം ചെയ്യും, ഈ പരിപാടി ചെയ്യാത്ത ഒരു രാജ്യവും ഇല്ല. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യുക, അതിനകത്ത് ലാംഗ്വേജ് മാറ്റി ഇറാൻ, ഇന്ത്യ എന്നുള്ളതിന് പകരം 200 ചില്ലാൻ രാജ്യങ്ങളുടെ പേരിടുക. അങ്ങനെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു രാജ്യത്തിനെയും മെൻഷൻ ചെയ്യാൻ പാടില്ല. ബിക്കോസ് ഒരാള് നിങ്ങൾ ഈ ലോ പാസ്സാക്കി കഴിഞ്ഞാൽ ഒരു ഹിന്ദു ഒരു സിഖിനോട് എന്തെങ്കിലും പറഞ്ഞു, ഒരു പ്രശ്നമില്ലാത്തതാണെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു, അയാൾ ഉടനെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ ആളാണ്, ഇവിടെ ഖാലിസ്ഥാനിയെ കൊല്ലാമെന്ന്. ഇയാൾ എന്ത് ചെയ്യും? നിങ്ങൾ എങ്ങനെയാ അവരെ പ്രൊട്ടക്ട് ചെയ്യാം? ഉത്തരവും പറയാനില്ല. ആ ബില്ല് ഡൈഡ് ഇൻ ദ സെനറ്റ്. ആൻഡ് ഐ വിൽ സേ പബ്ലിക്കലി ഐ എം വെരി പ്രൗഡ് ഓഫ് ഇറ്റ്. ഓക്കെ, ഇതൊക്കെ നമ്മളെ തട്ടാൻ വരും. അതുകൂടാണ്ട് ഇപ്പൊ അവര് ഖാലിസ്ഥാനിക്കാര് ജൂയിഷ് കോൺഗ്രസ്മെനെ പിടിച്ച് ആ ബില്ലിപ്പോ കോൺഗ്രസിൽ ഇറക്കിയിട്ടുണ്ട്. ഇത് വിന്നിയാൻ പോകുന്നില്ല. ബിക്കോസ് ഇതൊക്കെ കൊണ്ടാണ് ഹിന്ദുക്കൾ മാറി റിപ്പബ്ലിക്കൻസിന് വോട്ട് ചെയ്തത്. ഇപ്പൊ ഹൗസും സെനറ്റും റിപ്പബ്ലിക്കന്റെ സൈഡിലാണ്. കുറച്ചു കാലം അങ്ങനെ നിൽക്കും അല്ലെ. ഈ തല്ലിപ്പൊളി ആരം ഷിഫിന്റെ, അയാളൊരു ജൂതനാണ്. ഞാൻ അയാളോട് ചോദിച്ചത്, എനിക്ക് നാണമുണ്ടോ ഇവരൊപ്പം നിൽക്കാനായിട്ട്? തന്റെ ആൾക്കാരെയൊക്കെ ഇത് ചെയ്തതല്ലേ. അയാൾ എനിക്ക് എഴുത്തരുന്നു, എനിക്ക് $5 ഇതാ, അപ്പൊ എന്റെ കഥ ഇതാണ്. ഞാൻ പറഞ്ഞു, തന്റെ കഥയെക്കാട്ടിലും എനിക്ക് തന്റെ കഥ എനിക്കറിയാം. എന്റെ നാടാണ് തന്റെ ആൾക്കാർക്ക് അഭയം കൊടുത്തത്, 2000. ഓക്കെ, എന്നിട്ട് താൻ ഇതാണ് എന്നോട് ചെയ്യണത്. അപ്പൊ നന്നായിട്ട്. എന്തായിരുന്നു അയാളുടെ മറുപടി അതിന്? അതൊന്നും മറുപടി പറയൂല അവര് പറയൂല. അപ്പൊ ആ ബില്ല് അവര് പിന്നെയും കൊണ്ടു നിൽക്കുക. അപ്പൊ ഖാലിസ്ഥാനികളെ നമുക്ക് വൃത്തിയാക്കാൻ വെക്കില്ല. അതേ ഇപ്പൊ പന്നൂൻ പറഞ്ഞിട്ടുണ്ട്, കുംഭമേള ഇത് ലാസ്റ്റ് കുംഭമേളയാണ്. സത്യം പറഞ്ഞാൽ ഒരുപാട് പേര് ഇവിടുന്ന് പോകുന്നുണ്ട്, ഞാനും പോകുന്നുണ്ട്. ഓക്കെ, നമ്മൾ പേടിക്കുന്നുണ്ടോ? പേടിച്ച എവിടെയും എന്തും സംഭവിക്കാം. ഓക്കെ, തീർച്ചയായിട്ടും വളരെ വളരെ ബോൾഡായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അത് സുധാജി. അതിനകത്ത് തീർച്ചയായിട്ടും അനുമോദനങ്ങൾ. പക്ഷേ ഒരു കാര്യം കൂടെ ചോദിക്കുകയാണ്, ഈ ട്രംപിൻ്റെ ഭരണകൂടം വരുന്നതോടുകൂടി ഇത്തരം കാര്യങ്ങളിൽ ഒരു ഭരണ സംവിധാനത്തിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഇതിനെതിരെ ഒരു നീക്കം, ഇപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഹിന്ദു സംഘടനകൾ ഇതിനെതിരെ നീക്കങ്ങൾ നടത്തുന്നുണ്ട്, പ്രതിരോധിക്കുന്നുണ്ട്, അങ്ങോട്ട് പറയുന്നുണ്ട്. പക്ഷേ ഭരണ സംവിധാനത്തിൻ്റെ ഒരു സപ്പോർട്ട് എത്രത്തോളം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയുണ്ട് നിങ്ങൾക്ക്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് ഹിന്ദു എന്നുള്ള കാര്യത്തിലെല്ലാം ഫോക്കസ്ഡ് ആവണേ. ഈ വലിയ ഇതിൽ വരുമ്പോൾ ഇമിഗ്രേഷൻ ലോ തീർച്ചയായിട്ടും റിഫോം ചെയ്യണം. ഇമിഗ്രേഷൻ ലോ അമേരിക്കൻ ഒന്നുമില്ല, നിങ്ങൾ നിശ്ചയിക്കുക, നിങ്ങൾക്ക് ടാലന്റ് വേണം, സ്കിൽസ് നോക്കിയിട്ടാണ് നിങ്ങൾ ആളുകളെ കൊണ്ടുവരിക.
അല്ലെങ്കിൽ ബോർഡർ അങ്ങോട്ട് തുറന്നു കിട്ടോ. ഓക്കെ, എന്തെങ്കിലും ചെയ്യേ. പക്ഷെ ഇപ്പത്തെ സിറ്റുവേഷൻ മോശമാണ്. ഇപ്പത്തെ സിറ്റുവേഷൻ ആരെയും സഹായിക്കില്ല. 2 കൊല്ലത്തേക്ക് ഗ്യാരണ്ടീഡ് ആണ് റിപ്പബ്ലിക്കൻ ഹൗസും റിപ്പബ്ലിക്കൻ സെനറ്റും ഇമിഗ്രേഷൻ ലോ റിഫോം ചെയ്യും. രണ്ടാമത്തെ കാര്യത്തിൽ പറയുമ്പോൾ അമേരിക്കക്കാർക്ക് ഗുണകരമായിട്ടുള്ള എന്താ വെച്ചാൽ അത് ചെയ്യാം. അല്ലാണ്ട് ട്രംപ് ഇന്ത്യക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്യാൻ പോകുന്നില്ല. ആ ഒരു വിചാരമേ വേണ്ട. നമ്മളത് ആലോചിക്കുന്നുമില്ല, ചോദിക്കുന്നുമില്ല. നമ്മൾ പറയണത് ഹിന്ദു ഫോബിയ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട് എന്നുള്ളത് വളരെ തീർച്ചയാണ്. അത് ഞങ്ങളോടുള്ളൊരു വിരുദ്ധതയാണ്. അത് ക്രിസ്ത്യൻ സൈഡിൽ നിന്ന് വരുന്നു. മറ്റേ അത് അഡ്രസ് ചെയ്യണം. സുധാജി, ഒരു അവസാനമായി ഒരു ചോദ്യം കൂടി. ഇപ്പോൾ താങ്കൾ പ്രവർത്തിക്കുന്നത് കൊഹ്ന എന്ന് പറയുന്ന സംഘടനയിലാണ്. അത് മലയാളികളുടെ മാത്രമായ സംഘടനയല്ല, ഹിന്ദു സമാജത്തിൻ്റെതായ ഒരു സംഘടനയാണ്. അതുകൊണ്ട് തന്നെ പക്ഷേ താങ്കൾ ഒരു മലയാളി ആയതുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത്. താങ്കൾ ഈ പറഞ്ഞ ഈ പ്രശ്നങ്ങളെക്കുറിച്ച് അവിടുത്തെ മലയാളി സമൂഹത്തിനിടയിൽ എത്രത്തോളം അവബോധമുണ്ട്, എത്രത്തോളം അവെയർനെസ് ഉണ്ട്? ഈ പറയുന്ന നേരിടുന്ന മലയാളി ഹിന്ദു സമൂഹത്തിനിടയിൽ എത്രത്തോളം അതിനെക്കുറിച്ചൊരു അവബോധമുണ്ട്? വളരെ കുറച്ച്. ഞാൻ പറയാം, വ്യത്യാസം വരുന്നു. ഞാൻ താമസിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ചെറിയ ഹിന്ദു മലയാളി ഗ്രൂപ്പ് ഉണ്ട്. പക്ഷെ അവരൊക്കെ കൂടുതലും ഭജൻ, കുട്ടികളെ മലയാളം പഠിപ്പിക്കുക. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് അല്ല ഒരാളുണ്ട്, അങ്ങനെ പറയും, നമ്മളുടെ മീറ്റിംഗ് ഒക്കെ കൂടുമ്പോൾ ഒരു 5 മിനിറ്റ് സുജയ്ക്ക് കൊടുക്കണം, നമ്മൾ ഈ ലോകത്തിൽ നടക്കുന്ന എന്താണെന്ന് അറിയണം. അപ്പൊ ഞാൻ അതിനെപ്പറ്റി പറയും, നിങ്ങളിത് ആലോചിക്കേണ്ടതാണ്. ആർക്കാണ് വോട്ട് ചെയ്യണേ? എന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ ഇതിനെപ്പറ്റിയൊക്കെ അറിയണം? നിങ്ങളുടെ മക്കൾ വളരുന്നത് ഒരു ലോകത്തിലാണ്, നിങ്ങൾക്ക് അതുമായിട്ട് യാതൊരു അറിവും ബന്ധവും ഇല്ല. അത് ശരിയല്ല. പക്ഷെ അത് പോയിട്ട് ഇവിടുത്തെ ഇപ്പൊ മലയാളി ഗ്രൂപ്പുകളുണ്ട്, മന്ത്ര എന്നൊക്കെ പറഞ്ഞു. അവർക്കൊരു വിമൻസ് കോൺഫറൻസ് ഉണ്ടായപ്പോൾ എന്നോട് പറഞ്ഞു, സുധാജി ഒന്ന് വന്നിട്ടൊരു കോൺഫറൻസ് കൊടുക്കാം. അപ്പൊ ഞാൻ കൊടുത്തു. അപ്പൊ അതിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് തന്നെ നമ്മുടെ മലയാളി സ്ത്രീകളുടെ നമ്മൾക്ക് തന്നെ ഹിസ്റ്ററി അറിഞ്ഞൂടന്നേ. നമ്മുടെ റാണികളോ നമ്മുടെ മറ്റേ ഉണ്ണിയാർച്ചയോ അതിനെപ്പറ്റി ഒന്നും നമുക്ക് അറിവില്ല. ഉണ്ണിയാർച്ച എന്ന് പറയുന്നത് MT വാസുദേവന്റെ കഥയല്ല, വേറെയാണ് കഥ. അതൊന്നും നമുക്ക് അറിയില്ല. അതൊക്കെ ഞാൻ ഒരു ഇൻട്രൊഡക്ഷനിൽ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, പക്ഷെ ഇതാണ് കറക്റ്റ് സിറ്റുവേഷൻ. എന്താ കാര്യം? മെക്മാസ്റ്റർ യൂണിവേഴ്സിറ്റി കാനഡയിലെ ഹിന്ദു കുട്ടികൾ പറയണു, എനിക്ക് ഹിന്ദുവായിട്ട് നാണക്കേടാണ്, ഹിന്ദുക്കള് ഇന്ത്യയിലെ മുസ്ലിംസിനെ ഉപദ്രവിക്കണു, എനിക്ക് നാണാവണു ഹിന്ദു എന്ന് പറയാൻ. നിങ്ങളുടെ മക്കളും അതിലുണ്ട്, അവരുടെ ഉദ്ദേശം. നിങ്ങളുടെ മക്കളും അതിനകത്തുണ്ട്. അപ്പൊ നിങ്ങൾ എത്ര ബാലകേന്ദ്ര ബാലവിഹാറിലൊക്കെ വളർത്തുന്നു അവര് കോളേജിൽ പോകുമ്പോ കേൾക്കുന്ന ഇതാണ്. പക്ഷെ അപ്പൊ അവരത് കേട്ട് കഴിഞ്ഞ് രണ്ടാമതും എന്നോട് പല ഒക്കേഷനിൽ സംസാരിക്കാൻ പറഞ്ഞു. അതിന് വളരെ ഗ്രേറ്റ്ഫുൾ ആണ്. ബിക്കോസ് നമ്മുടെ മലയാളികൾ ഇത് അറിഞ്ഞിരിക്കേണ്ടത്. നമ്മൾ ഈ കൾച്ചറൽ കാര്യങ്ങളിലൊക്കെ വളരെ ചെയ്യും, പക്ഷെ നമ്മൾ ഈ സോഷ്യൽ കാര്യങ്ങൾ മനസ്സിലാക്കണം. തീർച്ചയായിട്ടും മലയാളി പ്രവാസി സമൂഹത്തിന് ഈ ഒരു വിഷയത്തിൽ ഒരു അറിവും അല്ലെങ്കിൽ അവബോധം വേണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മൾ സംസാരിച്ചത്. സുധാജി ഇത്രയും സമയം ഞങ്ങളോടൊത്ത് ചെലവഴിച്ചതിന് വളരെയധികം നന്ദി. സുധാജിയോട് സംസാരിക്കുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുള്ളത്, ഈ ഹിന്ദു ഫോബിയ എന്ന് പറയുന്നത് അത് ഒരു അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നടക്കുന്ന ഒരു പ്രവർത്തനമാണ്. ഒരുപക്ഷെ ഇതിനെ നമ്മൾ പല വീഡിയോസും ചെയ്തിട്ടുണ്ട്, ഈ ഡീപ്പ് സ്റ്റേറ്റിനെ കുറിച്ചും അവർ നടത്തുന്ന ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഒക്കെ. അപ്പോൾ അതുമായിട്ടൊക്കെ ബന്ധപ്പെടുത്താവുന്ന കേരളത്തിലും തമിഴ്നാട്ടിലും മറ്റു പല സ്ഥലങ്ങളിലും സനാതനധർമ്മത്തിനെതിരെ നടക്കുന്ന ഓപ്പണായിട്ടുള്ള അറ്റാക്ക്, അതിനെ ഡീഫെയിം ചെയ്യുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ, ഇതൊന്നും യാദൃശ്ചികമല്ല. ഇതെല്ലാം പല സ്ഥലങ്ങളിൽ പല തലങ്ങളിൽ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രവർത്തനങ്ങളുടെ ഫലം തന്നെയാണ്. അത് പ്രവാസി സമൂഹം മാത്രമല്ല, ഭാരതത്തിനുള്ള ഹിന്ദു സമൂഹവും ഇത് തിരിച്ചറിയണം. സനാതനധർമ്മത്തെയാണ് ടാർഗറ്റ് ചെയ്യുന്നതെങ്കിലും യഥാർത്ഥ ടാർഗറ്റ് ഭാരതീയ സംസ്കൃതി മാത്രമല്ല, ഭാരതവും തന്നെയാണ്. ഇത്രയും സമയം ഞങ്ങളോടൊത്ത് ചെലവഴിച്ച സുധാജിക്ക് ഒരിക്കൽ കൂടി നന്ദി. നമസ്കാരം. നമസ്കാരം. താങ്ക് യു. Branding partner Kohna, Coalition of Hindus of North America. EduBix, online executive education. Focus, Physiotherapy Center, Pattam. Unnat Engineering, Gujarat. Tirthayatra.com. Iron Build, Gujarat. Powered by Jyotis, realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near
UST Global, White Manor near Achigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.